السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك عليه وعلى آله. ബഹുമാനികളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയത്തിനെതിരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയും പുത്തൻ വാദം കൊണ്ടുവരികയും ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവസാനം പച്ചയായി കുഫ്ർ പറയുകയും ചെയ്യുന്ന കള്ളത്വരീഖത്തുകാർ, അവരുടെ ആശയവ്യതിയാനം, അവരുടെ പിഴച്ച വിശ്വാസങ്ങൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിൻ്റെ വൈകല്യവും അപകടവും സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികൾ മലപ്പുറത്തും കളരാന്തിരിയിലും വന്ന് അവരുടെ പരിപാടി നടത്തി. എല്ലായിടത്തും ഇവർ ചെയ്യുന്നത് പോലെ വഞ്ചനയും തെറ്റിദ്ധരിപ്പിക്കലുകളും മാത്രമാണ് അവിടെയും നടത്തിയിട്ടുള്ളത്. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് സുന്നത്തി ജമാഅത്തിൻ്റെ ആലിമീങ്ങൾക്കെതിരെ ഇവർ ഒരുപാട് പുത്തൻവാദങ്ങൾ പറയുകയും ഒരുപാട് കളവുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇമാമുകൾ പഠിപ്പിക്കാത്ത ഒരാശയവും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. മഹാനായ പേരോട് ഉസ്താദിനെ പോലുള്ള മഹാപണ്ഡിതന്മാർ കാലോചിതമായി സമൂഹത്തിൽ ഇടപെടേണ്ട രൂപത്തിൽ അവരിടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെപ്പോലുള്ള കള്ളത്വരീഖത്തുകാർ കടന്നു വന്ന് പാവപ്പെട്ട വിശ്വാസികളുടെ ഈമാൻ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാരവരുടെ ധർമ്മം സമയാനുസൃതം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇമാമുകൾ പഠിപ്പിക്കാത്ത ഒറ്റ വിഷയവും നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞിട്ടേയില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, സുന്നത്തി ജമാഅത്തിൻ്റെ വിരോധികൾ എല്ലാവരും സുന്നത്തി ജമാഅത്തിനെതിരെ എന്ന വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അതിൽ വഹാബികളും കുരുവട്ടൂരിയൻ വ്യാജന്മാരും അവർ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നൗഷാദ് മൗലവി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഇടുന്ന ക്ലിപ്പ് വഹാബികളായ അനസ് മൗലവിയുടെ ക്ലിപ്പായിരിക്കും, അതല്ലെങ്കിൽ ഫൈസൽ മൗലവിയുടെ ക്ലിപ്പായിരിക്കും. ഹനീഫ ഗായക്കൊടി, ഹുസൈൻ സലഫി, ഇവരൊക്കെ ഈ കുരുവട്ടൂരിയൻ ടീമിൻ്റെ ബി ടീമുകളായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ വഹാബികൾ പറയുന്നതിനെ തഅയീദ് ചെയ്തുകൊണ്ട് നൗഷാദ് സംസാരിക്കും, നൗഷാദ് സംസാരിക്കുന്നതിനെ പിന്തുണച്ചുകൊണ്ട് വഹാബികളും സംസാരിക്കും. ഇങ്ങനെ പരസ്പരമുള്ള സഹകരണത്തിലൂടെയാണ് പുത്തൻവാദികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്കെതിരെ സുന്നത്തി ജമാഅത്ത് ഒറ്റക്കെട്ടായിരിക്കും. മലപ്പുറത്ത് വന്നിട്ട് നൗഷാദ് അനസിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്തിആസയുമായി ബന്ധപ്പെട്ട് നമ്മെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളിത് വിശദീകരിച്ചതാണ്. പക്ഷെ ഞാൻ ഒന്നും കൂടി അതുമായി ബന്ധപ്പെട്ട വിഷയം ചെറിയ രൂപത്തിലൊന്ന് പറയാം. വഹാബികൾ വരെ പറയാൻ തുടങ്ങി, ഞങ്ങൾ യഥാർത്ഥത്തിൽ അത്ര ഉസാറായിട്ട് പ്രസംഗിക്കല്ലേ, അങ്ങനെയൊക്കെ ഇപ്പോൾ പ്രസംഗിക്കുന്നുണ്ട് എന്നാണ് അനസ് മൗലവി പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ആദ്യം കേൾക്കാം. അയാൾ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി ആ പ്രസംഗം വെച്ചുകൊണ്ട് പറയുന്ന ചില വാചകങ്ങളുണ്ട്, കേൾക്കി. അങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, അതങ്ങോട്ട് ഒക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞ ദിവസം SSFന്റെ സാഹിത്യോത്സവത്തിൽ നിന്നിട്ട് ഒരു മുജാഹിദ് മൗലവി അത്രയും ആവേശത്തോടെ പറയുമെന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്തുള്ള മലക്കുകൾ 5 കോടി മലക്കുകൾ, ലോകത്തുള്ള ലക്ഷോപലക്ഷം ഔലിയാക്കളെല്ലാം 5 കോടി ഔലിയാക്കൾ വന്നാലും അല്ല ഒരു കാര്യം തരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ തരാൻ കഴിയൂല എന്ന് വരെ പരസ്യമായി SSFന്റെ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞു. ഇത് പറയുമ്പോൾ മൂപ്പർക്ക് എപ്പോഴും ഒരു കുത്തലുണ്ടാവും. ഞാനിങ്ങനെ പറഞ്ഞാൽ വഹാബിയാണോ എന്ന് ആൾക്കാരെ സംശയിക്കുമോ. അപ്പോൾ ഉടനെ കയറി നമ്മുടെ 2 ചീത്തയോട് പറയും. ബാലൻസ് വേണ്ടേ? ഇത് പറയുമ്പോൾ ബാലൻസ് വേണ്ടേ? അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, മൂപ്പര് പച്ച തൗഹീദ് SSFന്റെ സ്റ്റേജിൽ നിന്ന് പറയണ കേട്ടോ.
അതിനുശേഷം മൂപ്പര് ബാലൻസ് ചെയ്യുന്നതും കേട്ടോ, എന്നിട്ട് നമുക്ക് അത് വിശദീകരിക്കാം. എന്നിട്ട് ആ ബദരീങ്ങളെ അല്ലാഹ് സഹായിച്ചു. എന്നിട്ട് റബ്ബ് പറയാണ്, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. മലക്കുകൾ ഒരു നിമിത്തമാണ്, നിങ്ങളെ മനസ്സമാധാനത്തിന് ഇറക്കിയതാണ്. മലക്കുകൾ ഒരു കാരണം മാത്രമാണ്. സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതേ 5000 അല്ല, 5 ലക്ഷമല്ല, 5 കോടി മലക്കുകൾ ഉണ്ടെങ്കിലും അല്ല സഹായിക്കുന്നില്ലെങ്കിൽ ഒരാൾക്കും സഹായം കിട്ടൂല. ഇതുപോലെ 5 കോടി ഔലിയാക്കൾ ഉണ്ടായാലും, 5 കോടി അതേ ഔലിയാക്കൾ ഉണ്ടായാലും, 5 കോടി തങ്ങന്മാരുണ്ടായാലും, 5 കോടി ഔലിയാക്കൾ ഉണ്ടായാലും, ഇനി ആരുണ്ടായാലും അല്ല സഹായിക്കാതെ ഒരു സഹായവും കിട്ടൂല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ ഇതാണ് എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയല്ലേ മൗലവി നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞത്? എന്താ അനസും നൗഷാദും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷയം എന്താ? അനസ് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ ഒരു സഹായം കിട്ടൂല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു. കോടിക്കണക്കിന് മലായികത്തുണ്ടായിട്ടും കാര്യമില്ല, അല്ലാഹു തആല ഉദ്ദേശിക്കാതെ ഒരു സഹായം കിട്ടൂല. ഇങ്ങനെയല്ലേ നമ്മളെന്നും പറഞ്ഞിരുന്നത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, മലായികത്തുകൾ അവരൊക്കെ അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. മരുന്ന് കുടിച്ചാൽ രോഗം മാറുന്നു, അത് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ മാറും. മരുന്ന് ഒരു നിമിത്തമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അമ്പിയാക്കളും നിമിത്തമാണ്. ആ നിമിത്തമാവുക എന്നതാണ് അവരുടെ കറാമത്ത്, അവരുടെ മോജിസത്ത്. ഇത് നമ്മൾ എന്നും പറയുന്നതല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ അല്ലാഹു തആല ഉദ്ദേശിക്കാതെ ഏതെങ്കിലും ഒരു വലിയന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്? ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നോ? പിന്നെ എന്താ അനസ് ആഘോഷിക്കുന്നത്? അനസ് വഹാബികൾക്കിടയിൽ തന്നെ വഹാബിസത്തിന്റെ അസ്ഥികൂടം മാത്രമായി പരിണമിച്ച ഒരു ടീമാണ് KNM. അതുകൊണ്ടാണ് അനസ് മൗലവിയോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ തൗഹീദ് പ്രകാരം അനസും KNMകാരും തൗഹീദിന് പുറത്താണ് എന്ന് ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും, ഞങ്ങളുടെ മുമ്പിൽ വന്ന് ആ തൗഹീദ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇന്ന് വരെ അനസിന് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു സംവാദത്തിന് വെല്ലുവിളി നടത്തിയപ്പോൾ അനസ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? നൗഷാദിന്റെ വാദം കടമെടുത്തിട്ട്. നൗഷാദിന്റെ വാദം നമ്മുടെ വാദമായി നമ്മൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള പുത്തൻവാദികളായ കുരുവട്ടൂരികൾ വാദിക്കുന്ന തനി വ്യാജമായ വാദമാണത്, അങ്ങനെ വാദം സുന്നത്ത് ജമാഅത്തിനില്ല എന്ന് പറഞ്ഞ് അനസിനെ നമ്മൾ മടക്കി വിടുകയാണ് ചെയ്തത്. എന്നാൽ ആ അനസ് വികസിപ്പിച്ച തൗഹീദ് പ്രകാരം അനസും KNMകാരും തൗഹീദിനെ പുറത്താണ് എന്ന് പറഞ്ഞിട്ട് ആ വിഷയം സംസാരിക്കാൻ അനസ് ധൈര്യപ്പെട്ടിട്ടില്ല. അത്രമാത്രം ആദർശപരമായി തകർന്നടിഞ്ഞു പോയവരാണവർ. അതുകൊണ്ട് തന്നെ അനസും ഈ നൗഷാദ് കുരുവട്ടൂരികളും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം. അപ്പം അനസ് പറയുന്നു, ഈ പേരോട് ഉസ്താദ് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും മാറിയിട്ടുണ്ട്? ഒരിക്കലും മാറിയിട്ടില്ല. ഞങ്ങൾ എന്നും പറഞ്ഞ വാദം തന്നെയാണത്. അത് തന്നെയാണ് അനസ് പോലും പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരിടുന്നത്? നൗഷാദ് ഇടുന്നത്. ഇനി അനസ് വേറെ ഇടും, നൗഷാദ് പോലും പറയുന്നു എന്ന് പറഞ്ഞിട്ട് അനസ് തിരിച്ചപ്പുറത്തോടും. ഇതാണ് ഇവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നമ്മളെന്നും പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സഹായിക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് നൽകുന്നവൻ, തടയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. എന്നാൽ മഹാന്മാർ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ അല്ലാഹുവിൽ നിന്നും നമുക്ക് സഹായം ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. അല്ലാഹുവിൻ്റെ മശീഅത്തില്ലാതെ ഒരു നബിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ മശീഅത്തില്ലാതെ ഒരു വലിയനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മരുന്നിനും ചെയ്യാൻ കഴിയില്ല, ഒരു ഡോക്ടർക്കും ചെയ്യാൻ കഴിയില്ല. എന്നല്ല, ഞാൻ എൻ്റെ വിരൽ ഇങ്ങനെ ഉയർത്തണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല ആ പ്രവൃത്തി എനിക്ക് പടച്ച് തരുന്നില്ല എങ്കിൽ എനിക്കെൻ്റെ വിരൽ പോലും ചലിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അത് എനിക്ക് മാത്രമല്ല, മുഴുവൻ സൃഷ്ടികൾക്കും അങ്ങനെ തന്നെയാണ്.
ഇതിൽ ഒരു തർക്കവുമില്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പണ്ടേ പറഞ്ഞതാണിത്. എന്നാൽ വഹാബികൾ അള്ളാഹുവിൻ്റെ മഹാന്മാർ കാരണമായി അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കുക എന്ന ഇസ്തിഗാസയെ അവർ പൂർണ്ണമായി നിഷേധിച്ചു. എന്നാൽ ആ നിഷേധിക്കുന്ന പുത്തൻവാദികളോട് അങ്ങനെ മഹാന്മാര് അസാധാരണ കാര്യങ്ങൾക്ക് അസാധാരണമായ രൂപത്തിൽ അവർ നിമിത്തമാവുക എന്നതുണ്ട്. അത് ഇസ്തിഗാസയാണ്. ആ മഹാന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന പദവിയാണ്, കഴിവാണ്, കറാമത്താണ്, മോജിസത്താണ്. ഇത് നിഷേധിക്കുന്ന മൗലവിമാരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ കാലത്ത് കള്ളത്വരീഖത്തുകാർ വന്നു. ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരടക്കമുള്ള കള്ളത്വരീഖത്ത് വന്നിട്ട് പഴയ കാലത്തെ മുഅ്തസിലത്തിന്റെ വാദം കൊണ്ടുവന്നു. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് നൽകുന്ന കഴിവ് അഡ്വാൻസായി കൊടുത്തിട്ടതാണ്. അതൊരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്. പിന്നെ അള്ളാഹുവിന് അതിലൊന്നും ചെയ്യാനില്ല എന്ന് തുടങ്ങിയ കുഫറിൻ്റെ വാദം പറഞ്ഞു. അള്ളാഹുവിൻ്റെ മഹാന്മാർ സഹായിക്കുമെന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള നിമിത്തമാണ് എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ പണ്ഡിതന്മാർ ഇമാമുകൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായി അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ കഴിവും അത് ഹഖീഖത്തൻ കഴിവാണ്, ഒരിക്കലും മജാസല്ല എന്ന അർത്ഥത്തിലുള്ള കുഫറിന്റെ വാദം വരെ ഈ പുത്തൻവാദികളായ കള്ളത്വരീഖത്തുകാർ വന്ന് പറഞ്ഞപ്പോൾ അവിടെയും നമ്മൾ ഇടപെട്ടു. അതും സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല. ഒന്ന് വഹാബികൾ പൂർണ്ണമായി നിഷേധിക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ടീം മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന കഴിവിനെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അള്ളാഹുവിനേക്കാൾ അള്ളാഹുവിനെ പോലെ അള്ളാഹുവിൻ്റെ പരിധിയിലേക്ക് അവരെ ഉയർത്തുകയാണ് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ള സർവശക്തനാണ് അല്ലാഹു. എന്നാൽ മഹാന്മാർക്ക് ഒരു കഴിവ് നൽകുന്നതോടുകൂടെ പിന്നെ അള്ളാഹുവിന് അതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അശക്തനായി പോകുന്നവർ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് കള്ളത്വരീഖത്ത്. ആ കള്ളത്വരീഖത്തുകാർക്കെതിരെയും ഞങ്ങൾ ആദർശം പറയുന്നുണ്ട്, അവർക്കെതിരെയും ഞങ്ങൾ പ്രമാണം പറയുന്നുണ്ട്. രണ്ട് ടീമും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധരാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതിവിടെ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. അത് നിങ്ങൾ പരസ്പരം അങ്ങോട്ട് കൊണ്ടളിയനും കൊടുത്തളിയനും തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പരം സഹകരിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ബാത്തിലിന്റെ കക്ഷികൾ പരസ്പരം സഹായിച്ചോളൂ. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തെ തൊടാൻ നിങ്ങൾ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ രണ്ട് കൂട്ടരും സുന്നത്ത് ജമാഅത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താണ്, സുന്നത്ത് ജമാഅത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇസ്തിഗാസ മഹാന്മാരോട് നമ്മൾ നടത്തുന്നത് പുണ്യകർമ്മമാണ്. എന്നാൽ ആ ഇസ്തിഗാസ നടത്തുന്ന സമയം, സാഹചര്യം, അത് പറയുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് മഹാന്മാർ പ്രയോഗം, അതിനെക്കുറിച്ച് പ്രയോഗിക്കേണ്ട പ്രയോഗങ്ങൾ, വാചകങ്ങൾ അതെങ്ങനെയാണ്, അതിൻ്റെ അദബുകൾ, മര്യാദകൾ എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇമാമുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ ആലിമീങ്ങൾ സ്വന്തമായി അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇത് വളരെ കൃത്യമായി ഇമാമുകൾ എഴുതി വച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മുടെ ഉലമാ കൃത്യമായി പറയുമ്പോൾ നൗഷാദ് മൗലവി വഹാബിസം ആരോപിക്കുകയാണ്, ഇസ്തിആസയെ വിമർശിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ അത് നൗഷാദിനും ടീമിനും നിലനിൽപ്പിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പറയാം. പക്ഷേ ഇവിടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കിടയിൽ അത് വില പോവുകയില്ല. ശുദ്ധ കഅബയുടെ പുനർനിർമ്മാണം നടക്കുമ്പോൾ അല്ലാഹു അതിനെക്കുറിച്ച് പറയുന്നു, വഇദ് യർഫഉ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തുകയാണ് അൽ ഖവാഇദ മിനൽ ബൈത്ത്, കഅബയുടെ ചുമരുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തുകയാണ്. ഇയാൾ പറഞ്ഞതനുസരിച്ച് എങ്ങനെ പറയേണ്ടി വരും? ഇബ്രാഹിം നബി മുഖേന അല്ലാഹു തആല കഅബ ചുമരിന്റെ പണിയെടുത്തു. ഇബ്രാഹിം നബി മുഖേന അല്ലാഹു പടുത്തു. നല്ല ഒരാളുണ്ട്, ആരോ എഴുതി വെച്ചിന്, കോഴി മുഖേന അല്ലാഹു മുട്ടയിട്ടു. ഇവരുണ്ടാക്കി തീർത്ത ഒരു വലിയ അപകടം. ഏത് പ്രവർത്തനവും ഇവിടെ നമ്മൾ ഉറപ്പിക്കുന്നതല്ലേ സഹോദരങ്ങളെ, അല്ല ചെയ്യുന്നതല്ലാതെ ഇവിടെ ഒന്നുമില്ല.
വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അള്ളാഹുവിനെ പരിഹസിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിഹസിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട്, അമ്പിയാക്കളോട് സഹായം ചോദിക്കുന്ന ആ സഹായത്തിനെ കുറിച്ച് അവരോട് ഇസ്തിഗാസ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇമാമുകൾ പഠിപ്പിച്ചു. അതേ അധ്യാപനത്തിൽ തന്നെ ആ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സാഹചര്യം നോക്കി അവിടെ ഉപയോഗിക്കേണ്ട പദപ്രയോഗം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അവിടെ സാധാരണക്കാരായ ആളുകൾ, അവരുടെ ഈമാൻ ഉറക്കാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ മഹാന്മാരെ സംബന്ധിച്ച് അവരോട് ഇസ്തിഗാസയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവും മഹാന്മാരുടെ കഴിവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള വിവരമില്ലാത്ത ആളുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവരെ അങ്ങനെയാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ അവിടെ പറയണം എന്ന് ഇമാമുകൾ പഠിപ്പിച്ചിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, ബിഅയിൽ നമുക്ക് കാണാം, വഖൗലു ശഖ്സിൽ മുഅ്മിനി യാ ഫുലാൻ ഇൻദ വുഖൂഇഹി ഫിശ്ശിദ്ദ ദാഖിലുൻ ഫിത്തവസ്സുലി. ഒരാൾ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഒരു മഹാനെ വിളിച്ചിട്ട് യാ ഫുലാൻ, ഒരു മഹാനെ വിളിക്കുകയാണ്, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുന്നത് തവസ്സുലിൽ പെടുന്നതാണ്. ബിൽ മദ്ഉവി ഇലല്ലാഹി തആല വസ്വർഫിൻ നിദാഇ ഇലൈഹി മജാസുൻ ലാ ഹഖീഖത്തുൻ. അങ്ങനെ നമ്മളൊരു മഹാനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഹഖീഖത്തൻ വിളിയല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിക്കും പോലെയുള്ള വിളിയല്ല അത്. പിന്നെയോ അള്ളാഹു തആലയാണ് ഹഖീഖത്തൻ, നമ്മൾ അള്ളാഹുവിനെയാ വിളിക്കുന്നത്. മജാസാണ് മഹാന്മാരെന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണ് മഹാന്മാർ. അതുകൊണ്ട് തന്നെ വൽ മഅന, ആ വിളിയുടെ അർത്ഥം എന്താണ്? യാ ഫുലാൻ അതവസ്സലു ബിക ഇലാ റബ്ബി അൻ യഖീല അസറതി ഔ യറുദ്ദ ഖൈബി മസലാ. അതിൻ്റെ അർത്ഥം വലിയായ ഒരു മഹാനെ വിളിക്കുമ്പോൾ മഹാനവറുകളെ അങ്ങ് നിമിത്തമായി അള്ളാഹു തആല എനിക്ക് എൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു തരട്ടെ, അല്ലെങ്കിൽ എൻ്റെ നഷ്ടപ്പെട്ട സാധനം അള്ളാഹു തിരിച്ചു തരട്ടെ എന്നാണ് ആ വിളിയുടെ അർത്ഥമുള്ളത്. ഫൽ മസ്ഊലു ഫിൽ ഹഖീഖത്തി ഹുവ അല്ലാഹു തആല. അല്ലാഹു തആലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചോദിക്കപ്പെടുന്നത്. ഏത് സഹായം ഏത് വലിയനോട് ചോദിച്ചാലും യഥാർത്ഥത്തിൽ ചോദിക്കപ്പെടുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് രക്ഷിക്കാനാ പറയുന്നത്. യഥാർത്ഥത്തിൽ മസ്ഊല് അള്ളയാണ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, ഇത് മഹാന്മാരായ ഇമാമുകൾ കിതാബിലെ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അപ്പൊ ഇസ്തിഗാസ പറഞ്ഞ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ മഹാന്മാരും ഒരുപോലെയാണ് എന്ന ഈ നൗഷാദ് മൗലവിയുടെ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരായ കള്ളത്തൊരീഖത്തിൻ്റെ വാദം അത് കുഫറിൻ്റെ വാദമാണ്. അത് മുസ്ലിമീങ്ങളുടെ വാദമല്ല, സുന്നത്തി ജമാഅത്തിൻ്റെ വാദമല്ല. സുന്നത്തി ജമാഅത്തിൻ്റെ വാദമാണ് ഇമാമുകൾ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു മഹാനോട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണ് മഹാന്മാരെന്നാണ്. എന്നാൽ അത് എല്ലാ സ്ഥലത്തും അത് അങ്ങനെ തന്നെ വെട്ടിത്തുറന്ന് പറയേണ്ടതില്ല. മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളെ രക്ഷിക്കണേ എന്ന് നമുക്ക് പറയാം. പക്ഷേ ബഹുമാനപ്പെട്ടവർ തുടർന്ന് പറയുകയാണ്, നഅം, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, യംബഗീ തംബീഹുൽ അവാമി, സാധാരണക്കാരായ ആളുകളെ ഉണർത്തി കൊടുക്കേണ്ടതുണ്ട്. അലാ അൽഫാദിൻ ദസ്തുറു മിൻഹും തദുല്ലു അലൽ ഖദഹി ഫീ തൗഹീദിഹിം, അവരുടെ തൗഹീദിനെ കോട്ടം വരുത്തുന്ന പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, അവരെ ഉണർത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫയജിബു ഇർഷാദുഹും, അവരെ ഉപദേശിക്കൽ പണ്ഡിതന്മാർക്ക് നിർബന്ധമാണ്. വഇഅലാമുഹും, അവരെ അറിയിച്ചു കൊടുക്കണം. ബിഅല്ലാ നാഫിഅ വലാ ളാറ ഇല്ലല്ലാഹ് ലാ യംലികു ഗൈറുഹു ലിനഫ്സിഹി ളറൻ വലാ നഫ്അൻ ഇല്ലാ ബിഇറാദത്തില്ലാഹ്. എന്താ പറഞ്ഞത്? സാധാരണക്കാരായ ആളുകളുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. മുഹ്യിദ്ദീൻ ഷേഖ് തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ, മമ്പുറം തങ്ങളെ സഹായിക്കണേ എന്ന് നമ്മൾ പറയുമ്പോൾ, ആ വിളി നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ക്ലിപ്പിട്ടുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ഈ വഹാബികളും പുത്തൻവാദികളും മറ്റുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ സാധാരണക്കാരായ ആളുകളോട് പറയണം,
ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരാളും സഹായിക്കില്ല. ബിഅല്ലാ നാഫിഅ വലാ ദുർറ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളും നമ്മെ സഹായിക്കാനില്ല, ഒരാൾക്കും നമുക്ക് ഒന്നും ഒരു ഉപദ്രവമോ മറ്റോ ഉണ്ടാക്കാനും കഴിയില്ല. അല്ലാഹു തആലയിൽ നിന്നാണ് എല്ലാം. പിന്നെയോ മഹാന്മാർ അതിന് നിമിത്തമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അത്തരം സാഹചര്യങ്ങളിൽ സാധാരണക്കാരെ പഠിപ്പിച്ചു കൊടുക്കൽ പണ്ഡിതന്മാർക്ക് നിർബന്ധമാണ് എന്ന് ബിഅയിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എത്ര കിതാബുകളിൽ കാണാം. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഉലമാ അവിടെ വ്യക്തമായി പറയുന്നത് എന്ത്? അള്ളാഹുവിൻ്റെ മഹാന്മാരോട് നമ്മൾ സഹായം ചോദിക്കുമ്പോൾ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ മുഖേന അള്ളാഹു നമ്മെ സഹായിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആശയം സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുകൾ പറഞ്ഞതാണ്. അതിനെ പരിഹസിക്കുകയാണ് മൗലവി. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഇത് കൂട്ടനാ. ഇതെന്താ മുഅ്ജിസത്ത് കറാമത്ത് പറയുമ്പോൾ മാത്രം ഇങ്ങനെ മുഖേന കൂട്ടണമെന്ന് എല്ലാത്തിനാണ് പറഞ്ഞേക്ക്. ഭാര്യ മുഖേന അള്ളാഹു ചായ തന്നു. ആരാ കാറ് കണ്ടുപിടിച്ചത്? ഇന്ന ആള് മുഖേന അള്ളാഹു കണ്ടുപിടിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതാരാ? ഗാന്ധിജി മുഖേന അള്ളാഹു സ്വാതന്ത്ര്യം നേടിത്തന്നു. ഒക്കാണ് പറഞ്ഞേക്ക്, ഒന്നും ഒഴിവാക്കണ്ടനി. ഡോക്ടർ മുഖേന അള്ളാഹ് സഹായിച്ചു. ഒന്നും പറയാൻ പറ്റൂല. സിറാജുൽ ഹുദന്റെ പ്രസിഡന്റ് ആരാ? പേരോട് മുഖേന അള്ളാഹു പ്രസിഡന്റ്. ആരാ ഇന്നലെ ഇവിടെ പ്രസംഗിച്ചത്? പേരോട് മുഖേന അള്ളാഹ് പ്രസംഗിച്ചു. ഭാര്യ പ്രസവിച്ചു എന്ന് വരെ പറയാൻ പറ്റൂല, കാരണം അവിടെ ഇത് പറയേണ്ടി വരും. എവിടേക്കാങ്ങളില്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ഈ പരിഹാസം നടത്തുന്നത്. അള്ളാഹുവിനെ പരിഹസിക്കുകയാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ തൗഹീദിന്റെ അടിസ്ഥാനമല്ലേ? ശറഉൽ അഖായിദെങ്കിലും ഓതണ്ടേ മൗലവി? ശറഉൽ അഖായിദെങ്കിലും ശരിക്കും ഓതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പരിഹാസം താങ്കൾ നടത്തുമായിരുന്നില്ലല്ലോ, അല്ലേ? ഫാഇലും ഖാലിഖും തമ്മിലുള്ള ഫർക്ക് വ്യത്യാസം അറിയാത്തത് കൊണ്ടല്ലേ? ഫാഇലും ഖാലിഖും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ടല്ലേ? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്. ഇഖ്തിയാർ ചെയ്യുന്ന മനുഷ്യരൊക്കെ അതിൻ്റെ ഫായിലുകളാണ്. അതുകൊണ്ട് ചായ കുടിച്ചു എന്ന് പറഞ്ഞാൽ ആ ചായ കുടിച്ചവൻ്റെ അതിൻ്റെ ഫായിലാരാണ്? മനുഷ്യനാണ്. അതിൻ്റെ ഖാലിഖാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നമുക്ക് പടച്ചു തരാനുള്ള നിമിത്തങ്ങളാണ് മഹാന്മാർ എന്നാ പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ, ആ നടക്കുക എന്നത് അതിനെ ഞാൻ ഇഖ്തിയാർ ചെയ്യുമ്പോൾ ആ നടത്തം എന്ന് പറയുന്ന പ്രവൃത്തിയെ അള്ളാഹു എനിക്ക് പടച്ചു തരികയാണ്. അപ്പൊ ഫാഇൽ ഞാനാണ്, ഖാലിഖ് അള്ളാഹു തആലയാണ്. ഈ ഒരു അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ അറിയാത്തതുകൊണ്ട്, പഠിക്കാത്തതുകൊണ്ട് ഈ മൗലവി വിവരക്കേട് വിളമ്പുകയാണ്, വിഡ്ഢിത്തം വിളമ്പുകയാണ്. പിന്നെ മൗലവി ചോദിക്കുകയാണ്, അപ്പോൾ സാധാരണ ഏത് കാര്യത്തിലും അങ്ങനെയല്ലേ പറയേണ്ടത്? അള്ളാഹു മുഖേനെ എന്ന് പ്രത്യേകം എടുത്ത് പറയണ്ടേ? അത് പറയേണ്ടതില്ല. അതാണ് ഞാൻ വിശദീകരിച്ചത്. ബിഅയിൽ നിന്ന് ഞാൻ വായിച്ചെന്നില്ലേ? ഇത് എത്ര തവണ വായിച്ച് പഠിപ്പിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന് സീൽ വെക്കപ്പെട്ടു പോയി, ഇൽമുകളൊക്കെ ഊരപ്പെട്ടു പോയി. ഈ തനി വ്യാജ ത്വരീഖത്തിലേക്ക് പോയപ്പോൾ ഉൽമത്ത് വന്ന് നിറഞ്ഞു. അതുകൊണ്ട് താങ്കൾക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? അത് എല്ലായിടത്തും അത് പറയേണ്ടതില്ല. പിന്നെയോ സാധാരണക്കാരുടെ ഈമാൻ നശിക്കാൻ ഇടവരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അപ്പം അവരെ ഉപദേശിച്ചു കൊടുക്കണം, അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്നാണ് ഇമാമുകൾ എഴുതി വെച്ചത്. ഞാൻ വായിച്ചില്ലേ? അപ്പം പിന്നെ ഈ മുഅ്ജിസത്ത് കറാമത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണ്? അത് പറയാനുള്ള കാരണം നിങ്ങളെപ്പോലുള്ള കള്ളത്തൊരീഖത്തുകാർ വന്നതുകൊണ്ട് തന്നെയാണ്. നേരത്തെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ മുഅ്ജിസത്ത് കറാമത്തിനെ നിഷേധിക്കുന്ന പുത്തൻവാദികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ പോലുള്ള ഈ വഹാബികളായ നിങ്ങൾ, കള്ളത്തൊരീഖത്തിൻ്റെ നിങ്ങൾ വഹാബിസം ഏതാണ്? യഥാർത്ഥത്തിൽ വഹാബികൾ തന്നെയാണല്ലോ. നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ മുഅ്ജിസത്ത് അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞു, കറാമത്ത് അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞു, തലപ്പാവുണ്ട്,
താടിയുണ്ട്, അതുപോലെ തന്നെ കിതാബ് വായിച്ച് മറിച്ച് വായിക്കുന്നുണ്ട്. സാധാരണക്കാർ തെറ്റിദ്ധരിക്കും നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന്. അങ്ങനെ പറഞ്ഞു. നിങ്ങളിവിടെ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ മഹാന്മാർക്കുള്ള കഴിവുകൾ, കറാമത്ത്, മോചിതത്തുകൾ അത് കൊടുക്കപ്പെട്ടതാണ്, നൽകപ്പെട്ടതാണ്, അവർ നിമിത്തമല്ല എന്ന പുത്തൻവാദം വന്ന് പറഞ്ഞു. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല, അത് പണ്ട് മുഅ്തസിലത്ത് പറഞ്ഞ പഴകി പൊളിച്ച പുത്തൻവാദമാണ്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കഴിവ് അത് ഹഖീഖത്തൻ കഴിവാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളും പണ്ഡിതന്മാരാണ് എന്ന് ചിലർ തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെയാണല്ലോ കോലം കാണുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൽ നിന്നും പുറത്തുപോയ നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ ധരിക്കുന്ന വേഷവും ഒഴിവാക്കാമായിരുന്നല്ലോ. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം അത് അങ്ങനെ വേഷം കൂടി ഒഴിവാക്കിയാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ജനങ്ങളുടെ ഈമാൻ മോഷ്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകം പറയേണ്ടി വന്നു. കാരണം നിങ്ങൾ ആളുകളുടെ ഈമാൻ നശിപ്പിക്കാൻ നിൽക്കുന്ന ഘട്ടമാണിവിടെ. ഈ സോഷ്യൽ മീഡിയ ഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ ശ്രമം നടത്തിയപ്പോൾ ഞങ്ങളുടെ ആലിമീങ്ങൾക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ ദായികൾക്ക് അത് പറയേണ്ടി വന്നു. ഈ സമയത്ത് അങ്ങനെ പ്രത്യേകം പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ് എന്ന് ഇമാമുകൾ വിശദീകരിച്ചു. അത് ഇമാമുകൾ പഠിപ്പിച്ചതാണ്. അതിനാദ്യം കിതാബ് ഓതി പഠിക്കണം. മനസ്സിലായല്ലോ? അപ്പം മൂപ്പര് ചോദിക്കാണ്, എന്താണ് ഇപ്പോൾ ഈ മോജിസത്ത് കറാമത്ത് പറയുന്നിടത്ത് മാത്രം നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളയിടത്തൊന്നും പറയേണ്ടതില്ലേ? ജാഹിലായതുകൊണ്ട് ചോദിക്കുകയാണ്. മറ്റുള്ള ഇടത്ത് നിങ്ങളെപ്പോലുള്ള ജാഹിലികൾ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. അവിടെ ഞാൻ ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ചായ കുടിച്ചു എന്ന് ഒരു മുസ്ലിമും അവിടെ തെറ്റിദ്ധരിക്കൂല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ അതും പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഇഖ്തിയാർ ചെയ്തപ്പോൾ എന്നിൽ കഴിക്കുക എന്ന പ്രവൃത്തി പടച്ചു തന്നപ്പോൾ ആ കഴിക്കുക എന്നൊരു പ്രവൃത്തി അവിടെ ഉണ്ടായിത്തീർന്നു. അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചു. അപ്പം അല്ലാഹു തആല നൽകിയ കഴിവ് കൊണ്ട് ഞാൻ ചായ കുടിച്ചു എന്ന് അപ്പം പറയേണ്ടി വരും. നിങ്ങളെപ്പോലുള്ള പുത്തൻവാദികൾ അതിനെയും തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ വളരെ വ്യക്തമാണ് വിഷയങ്ങൾ. പക്ഷേ ആളുകൾക്കിടയിൽ പുകമറയുണ്ടാക്കുകയാണ് ഈ മൗലവി ചെയ്യുന്നത്. എവിടെ നിന്ന് കിട്ടിയാണ് ഇപ്പൊ ഒരു മുഖേന വന്ന്? എന്താ ഇതിന്റെ അസുഖം? എന്താ ഇതിന്റെ തുടക്കം? എന്താ ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബിവിയെയും വഴിവേപ്പിച്ചു എന്ന് പറഞ്ഞിടത്ത് അല്ല പറയുന്നത് അസല്ലഹുമ ശൈത്വാൻ, പിശാച് അവരെ വഴിവേപ്പിച്ചു. അപ്പൊ എവിടെ നിന്ന് കിട്ടിയതാണ് ഈ നിമിത്തം? അവിടെയാണ് പ്രശ്നം. കണ്ടില്ലേ? എവിടെ നിന്ന് കിട്ടിയതാണ് നിമിത്തം? ആ നിമിത്തം എന്ന് പറയുന്നത് അത് ഇമാമുകൾ പഠിപ്പിച്ച വിശ്വാസമാണ്. കാലങ്ങളായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം സ്വഹാബത്തും അതിനു ശേഷമുള്ള ഇമാമുകളും ഇക്കാലം എത്രയും മുസ്ലിം ലോകത്തെ പഠിപ്പിച്ച ആശയമാണത്. നമ്മുടെ ശറഹുൽ അഖായിദ് അടക്കമുള്ള സർവ്വ അഖീദയുടെ കിതാബുകളിലും കാണാം. വഖദ് തുലാഫുൽ ഹിദായത്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജാസൻ ബിത്വരീഖി തസബ്ബുബി. ഹിദായത്ത് അടക്കമുള്ള സകല വിഷയങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും മറ്റു മഹാന്മാരിലേക്കും ചേർത്ത് നമ്മൾ പറയും. തങ്ങൾ ഹിദായത്താക്കി എന്ന് പറയും. വ ഇന്നക ലതഹദീ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറയും. അതൊക്കെ മജാസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നിമിത്തമാകും എന്ന അർത്ഥത്തിലാണ്. മഹാന്മാർ അതിന് നിമിത്തമാകും എന്ന അർത്ഥത്തിലാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ കിതാബുകളിലൊക്കെ പറഞ്ഞത്? എല്ലാ ഇമാമുകളും പഠിപ്പിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ നേരത്തെ ഞാൻ വായിച്ച ഫൽ മസ്ഊലു ഫിൽ ഹഖീഖത്തി ഹുവല്ലാഹു തആല വ ഇന്നമാ ഉത്ലിഖൽ ഇസ്തിആനതു ബിൻ നബി അബിൽ വലിയി മജാസൻ വൽ അലാഖത്തു ബൈനഹുമാ ഇൻ ഖസദ അശ്ശഖ്സു തവസ്സുല ബിനഹ്വിൻ നബി സോറ കസ്സബബി എന്ന് എല്ലാ ഇമാമുകളും പഠിപ്പിച്ചിട്ടുണ്ട്. മോജിസത്ത് കറാമത്ത് വിശദീകരിക്കുമ്പോൾ അവിടെയൊക്കെ ഇമാമുകൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹാന്മാരെ സംബന്ധിച്ച് അവർ നമ്മെ സഹായിക്കുമെന്ന് പറയുന്നത് അവരതിന് നിമിത്തമാകും എന്നർത്ഥത്തിലാണ്. എന്നാൽ പിന്നെ ഒരു മഹാൻ, ഒരു വലിയ സഹായിച്ചു, ഒരു നബി സഹായിച്ചു എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൽ നിന്നും ലഭിക്കുവാനുള്ള സ്വാറ കസ്സബബി, ഒരു സബബായി അവർ മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. നിമിത്തമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് എല്ലാ ഇമാമുകളും പഠിപ്പിച്ചതാണ്. അപ്പം മൗലവി ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുകൾ പഠിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിച്ചപ്പോൾ
അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുകൾ പഠിപ്പിച്ചു. അപ്പം മൗലവിക്ക് ഈ നിമിത്തം കിട്ടിയിട്ടില്ല. എവിടെ നിന്ന് കിട്ടിയിട്ടില്ല? ആ കള്ളത്തുരീഖത്തിന്റെ മറ്റേ മൗലവിമാരേക്കൊന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? അവർ കള്ളത്തുരീഖത്തുകാരായതുകൊണ്ട് കിട്ടിയില്ല. അതെന്നെ അതിൻ്റെ കാരണം. സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ച വിഷയം നിങ്ങൾക്ക് നിങ്ങളുടെ കള്ളത്വരീഖത്തിന്റെ ശൈഖന്മാരിൽ നിന്നും കള്ളശൈഖന്മാരിൽ നിന്നും കിട്ടിയില്ല. അവർ കള്ളന്മാരായതുകൊണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം ലോകം മുഴുവനും പഠിച്ച ഇമാമുകൾ പഠിപ്പിച്ച അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച വിഷയം അത് മാത്രമാണ് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ എന്നും പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ സർവ്വ മൗലിദ് കിതാബിലുള്ളത്, നമ്മുടെ എല്ലാ കിതാബുകളിലുമുള്ളത്, ഖുതുബിയത്തിൻ്റെ ഏടുകളിലുള്ളത്, ഖുർആനിലുള്ളത്, ഹദീസുകളിലുള്ളത് എല്ലാം ഈ അർത്ഥത്തിലാണ്. ഇതാണ് ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ മൗലവി ഈ ഒരു മഹാ അബദ്ധം പറഞ്ഞിട്ട് മൗലിദ് കിതാബ് എടുത്ത് വായിക്കുന്നുണ്ട്. മൗലിദ് കിതാബിൽ ഇപ്പറഞ്ഞ അർത്ഥാനുള്ളത്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് നമ്മൾ നേരിട്ട് സഹായിക്കുന്നു, ആ സഹായിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബിഅയിൽ പറഞ്ഞു. അവരതിന് നിമിത്തമാകുമെന്നാണ്, അവരതിന് കാരണമായി വർത്തിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നമ്മുടെ എല്ലാ കിതാബുകളിലും കാണാൻ കഴിയുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ നിന്നെല്ലാം മാറി പുതിയ ഒരു ആശയം കൊണ്ടുവന്ന് ആളുകളെ ഈമാനിൽ നിന്നും തെറ്റിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കള്ളത്വരീഖത്തിന്റെ വ്യാജന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കുന്നതായി ഖുതുബിയത്തിൽ നിന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണോ? മാല മൗലിദിലെ ഇരവുകളും മങ്കൂസും ഷറഫുൽ-അനാമും ജഅല മുഹമ്മദ് മൗലിദും ഇർതകബത്തു അലൽ ഖതയും ഇതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വചനങ്ങളാണോ? പിരിച്ചുവിട്ട് KNM-ൽ പോയി ലൈക്ക് ചങ്ങാതിമാരെ, സുന്നി ഞങ്ങൾ പറഞ്ഞോളൂ. KNM-ലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ പേര് ആ KNM-ന്റെ പേര് തന്നെ നിങ്ങൾ ഉപയോഗിക്കണോ എന്നുള്ളതിലല്ലേ ഇപ്പം തർക്കമുള്ളൂ. KNM മൗലവിമാരും സകല വഹാബികളുമായി നിങ്ങൾ കൂട്ടിച്ചേർന്നു. പരസ്പരമുള്ള അന്തർധാര സജീവമായി. കൊണ്ടളിയനും കൊടുത്തളിയനും തമ്മിലുള്ള ബന്ധം സജീവമാണ്. നിങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കോളൂ. അവിടേക്ക് ഞങ്ങളെയും കൂടി ക്ഷണിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്ന സുന്ദരമായ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമ്മുടെ മൗലിദ് കിതാബിലുള്ളത്, അതുപോലെ നമ്മുടെ മാല മൗലിദുകളിലുള്ളത്, ഇതൊക്കെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, അവിടെയൊന്നും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉള്ളെങ്കിൽ അവിടെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയും വേണം. വ്യക്തമായിട്ട് ഇമാമുകൾ പഠിപ്പിച്ചതാണ്. തെറ്റിദ്ധരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ അത് വിശദീകരിച്ചു കൊടുക്കണം. ആളുകളുടെ ഈമാൻ ഇത് വെച്ചുകൊണ്ട് ആരെങ്കിലും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവിടെ അത് വിശദീകരിച്ചു കൊടുക്കണം. എന്ത്? ഒരു മഹാനെ നമ്മൾ വിളിക്കുമ്പോൾ, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോൾ അവിടെ ആ നമ്മുടെ പരാമർശം വെച്ചുകൊണ്ട് സാധുക്കളായ ആളുകളുടെ ഈമാൻ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ ഞങ്ങളാ പറഞ്ഞതിൻ്റെ അർത്ഥം മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ മുഖേന അള്ളാഹു നമ്മെ സഹായിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ലോക മുസ്ലിമീങ്ങൾ കാലങ്ങളായി വിശ്വസിച്ചു വരുന്ന വിശ്വാസം. ഖിയാമത്ത് നാൾ വരെ വിശ്വസിക്കുന്ന വിശ്വാസവും ഇത് തന്നെയാണ്. എന്നാൽ ഇതിനെതിരെ കള്ളത്വരീഖത്തുകാരായ നിങ്ങൾ കൊണ്ടുവരുന്നത് അത് മുഅ്തസിലത്തിന്റെ വിശ്വാസമാണ്. നിങ്ങൾ പറയുന്ന പല വാദങ്ങളും കുഫ്രിയത്തിന്റെ വാദമാണ്. അത് ഞാൻ ശേഷം പറയാൻ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു അവ്യക്തതയുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്ന ഒരു വാദം ഈ മൗലവി അടക്കമുള്ള ഒരു മൗലവിയും കരുതേണ്ടതില്ല. നിങ്ങളിവിടെ മുഅ്തസിലത്തിന്റെ വാദം പറഞ്ഞ് തലപ്പാവും താടിയൊക്കെ വെച്ച് വന്ന് പറയുമ്പോൾ ആളുകൾ അത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറയുന്ന വാദം അല്ല നമ്മൾ ഔലിയായിനെ വിളിക്കുമ്പോൾ ഉള്ളത്, നമ്മൾ ഒരു മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ ഉള്ളത്, നമ്മൾ ഒരു മഹാനോട് ഇസ്തിഗാസ ചെയ്യുന്ന ഇസ്തിശ്ഫാ ചെയ്യുന്ന സമയത്ത് ഉള്ളത്. അതിൻ്റെ അർത്ഥം ഇതാണ്: അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാനുള്ള നിമിത്തങ്ങളാണ് മഹാന്മാർ എന്ന അർത്ഥത്തിലാണ് സുന്നത്തി ജമാഅത്ത് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇത്തരം ഘട്ടങ്ങളിൽ അത് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ് എന്നും ഇമാമുകൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ മൗലവി അടക്കമുള്ള സകല മൗലവിമാരോടും പറയട്ടെ, നിങ്ങളാ പറയുന്ന ഈ കുത്തിത്തിരിപ്പ് പരിപാടിയൊന്നും സുന്നത്തി ജമാഅത്തിന്റെ മുമ്പിൽ വില പോവുകയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പറഞ്ഞൊരു വിഷയം മഖബറ ചുംബിക്കലുമായി ബന്ധപ്പെട്ട വിഷയമാണ്.
ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മഖബറയിൽ പോകുമ്പോൾ ആ മഖബറയിൽ വിരിച്ച വിരിപ്പ്, അവിടെയുള്ള സാധനങ്ങൾ ബറക്കത്തുള്ള വസ്തുക്കളാണ്. അത് ചുംബിക്കൽ തബറുക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ചുംബിക്കൽ സുന്നത്താണ്, നല്ലതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഒരു പണ്ഡിതൻ, ഒരു മഹാൻ, അദ്ദേഹം കാലിൽ മുട്ടുകുത്തി ആ തൻ്റെ തല താഴ്ത്തി കുനിച്ച് ആ ശീല അല്ലെങ്കിൽ ആ ഖബറിൻ്റെ മേൽ വിരിച്ചിട്ടുള്ള വിരിപ്പ് ചുംബിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം അത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ചാകുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും. ആര്? സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കും ഖബറിന് സുജൂദ് ചെയ്യുകയാണോ. അത്തരം സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാരത് ചെയ്യരുത്. പറഞ്ഞ ആ കോണ്ടക്സ്റ്റ് ശരിക്കും മനസ്സിലാക്കണം. എന്താണ്? സാധാരണക്കാരായ ആളുകൾ കണ്ടു നിൽക്കേ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള രൂപത്തിൽ ഒരാൾ മുട്ടുകുത്തിയിട്ട് ആ മഖബറയുടെ മുകളിൽ വിരിച്ച വിരിപ്പ് ചുംബിക്കരുത്. എന്തുകൊണ്ട്? അത് ചുംബിക്കുന്നതിന് തടസ്സമല്ല പറഞ്ഞത്. പിന്നെയോ ഈ കണ്ടു നിൽക്കുന്ന സാധാരണക്കാർ ചിലപ്പോൾ ബാക്കിലുള്ളവരൊക്കെ തെറ്റിദ്ധരിക്കും, ഈ പണ്ഡിതൻ സുജൂദ് ചെയ്യുന്നു എന്നൊരു പണ്ഡിതനെ കുറിച്ച് തെറ്റിദ്ധരിച്ചാൽ അവർ മനസ്സിലാക്കും ആ സുജൂദ് ചെയ്യാം. അവർ പിന്നീട് പല സ്ഥലങ്ങളിലും പോയി സുജൂദ് ചെയ്യും, അവരുടെ ഈമാൻ നഷ്ടപ്പെടും. അത് ശ്രദ്ധിക്കണം എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ പേരോട് ഉസ്താദ് അവർ പറഞ്ഞത് അതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മഹിയുസുന്ന പൊന്മള ഉസ്താദും ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പയൊക്കെ ഉള്ള ഒരു മജ്‌ലിസിൽ ഒരു സിയാറത്ത് നടക്കുമ്പോൾ നിറച്ച ആലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാൻ്റെ അടുത്തിരിക്കുന്നത് തന്നെ ആരാണ്? ഏറ്റവും വലിയ ഫഖീഹായ, ഏറ്റവും വലിയ പണ്ഡിതനായ മുഹയ്യിസുന്ന പൊന്മള ഉസ്താദാണ്. അപ്പോൾ നല്ല ഫുഖഹാഉം ഉലമാഉം നിറഞ്ഞു നിൽക്കുന്ന വേദിയിലാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടെ കാൽമുട്ടിൽ കുത്തി ആ തുണി ചുംബിക്കുന്നത്. അപ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞ സാഹചര്യം അവിടെ ഇല്ലായിൽ ബുദ്ധിയുണ്ടെങ്കിൽ തിരിച്ചറിയാൻ അധികം പ്രയാസപ്പെടേണ്ടി വരില്ല. ആ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ പിന്നെ തെറ്റിദ്ധരിക്കും. അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽപ്പെട്ടതാണ് ഈ കള്ളതുരീഖത്തുകാരൻ. അപ്പോൾ പണ്ഡിതന്മാരുള്ള വേദിയിലാണ് തങ്ങളുപ്പാപ്പ ചെയ്യുന്നത്. അവിടെ ഒരു തെറ്റിദ്ധാരണയുമില്ല. കാരണം പണ്ഡിതന്മാർക്കറിയാം ആ ഖബറിന് സുജൂദ് ചെയ്യൂല, അത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് ഉലമാഇനറിയാം. എന്നാൽ പേരോട് ഉസ്താദ് പറഞ്ഞതോ ഉലമാഇന്റെ ഇടയിൽ വെച്ചുകൊണ്ട് അപ്രകാരം ചുംബിക്കുന്നതിനെ കുറിച്ചല്ല. സാധാരണക്കാരായ ആളുകൾ, അറിവില്ലാത്തവരുടെ മുമ്പിൽ വെച്ച് ഒരു പണ്ഡിതനത് ചെയ്യരുത്. കാരണം ആ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമല്ല, മറിച്ച് അവരിത് സുജൂദാണോ എന്ന് തെറ്റിദ്ധരിക്കാനിടയുണ്ട് എന്നാ പറഞ്ഞത്. ഇത് രണ്ടും വേർതിരിച്ചറിയാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട. തങ്ങൾ പാപ്പ ചെയ്യുന്നതൊന്ന് നൗഷാദ് കാണിക്കട്ടെ. അത് ചെയ്യുന്നത് ആലിമീങ്ങൾക്കിടയിലാണ്, പണ്ഡിതന്മാർക്കിടയിലാണ്. അവിടെ എന്ത് തെറ്റിദ്ധാരണയാണ് നൗഷാദയുള്ളത്? എന്ത് തെറ്റിദ്ധാരണയുള്ളത്? അവിടെ ഒരു തെറ്റിദ്ധാരണയില്ല. ഇത് അറിയാത്ത സാധാരണക്കാരായ ആളുകൾ, അവരെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത്. അപ്പം നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞ സാഹചര്യവും സന്ദർഭവും എടുത്തു മാറ്റി അതിനെ വാലും തലയ്ക്ക് മുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇയാൾ എന്നും നടത്തിയിട്ടുള്ളത്. എക്കാലവും ഇയാൾ നടത്തുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മൗലവി നടത്തുന്ന ഇതുപോലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ അതിനെ തള്ളിക്കളയേണ്ടതാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ മൗലവിമാർ ഇപ്പം പറഞ്ഞ് വന്ന് കുഫരിയത്ത് വരെ പറഞ്ഞു. യാതൊരു മടിയുമില്ലാതെ കുഫരിയത്ത് പല നിലക്ക് പറഞ്ഞു. ആദ്യം മൊബൈൽ കൊടുക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ മഹാന്മാർക്ക് ആ കൊടുക്കുന്നതോടുകൂടെ കഴിവെല്ലാം മുറിഞ്ഞുപോയി. പിന്നെ അള്ളാഹുവിന് അതിൽ ഒരു ഇടപെടാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയാണ്. ആ കൊടുത്ത മൊബൈൽ ഫോണ് ഞാനിപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ അത് പിന്നെയും ഓഫാക്കുന്നു ഓണാക്കുന്നു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാകുമോ? ഇല്ലല്ലോ. എന്നതുപോലെയാണ് അള്ളാഹു താല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും അതിൽ ഇടപെടാൻ അള്ളാഹുവിന് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കലാകുമോ എന്നൊക്കെ പ്രസംഗിച്ചതാണ് മൗലവി.
അയാളെ ഈ പ്രസംഗം കേട്ട് അയാളെ അനുയായികളായ പലരും പറഞ്ഞു, അല്ലാഹു തആല ഒരു മഹാന് കഴിവ് കൊടുത്താൽ പിന്നെ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞു. നമ്മളതിനെ ഗണ്ണിച്ചു, നന്നായി ഗണ്ണിച്ചു. നമ്മൾ നമ്മുടെ അഖീദയുടെ കിതാബുകൾ കൊണ്ടുവന്ന് അതിന് ഗണ്ണനം പറഞ്ഞപ്പോൾ മൗലവി അതിനെ ഉരുണ്ട് മറിഞ്ഞ് അത് ഇഖ്തിയാറാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മൗലവി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു. പിന്നെ മഹാന്മാര് നിമിത്തമല്ല എന്ന് പറഞ്ഞു. അത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ പഠിപ്പിച്ച ആശയത്തിനെതിരാണ് എന്ന് നമ്മൾ പലപ്പോഴും സ്ഥാപിച്ചു. ഇന്നും ഞാനത് വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ കഴിവ് മജാസാണ് എന്ന് എല്ലാ ഇമാമുകളും പറഞ്ഞു. നൗഷാദ് പറഞ്ഞത് ഹഖീഖത്താണ്. ഇങ്ങനെയുള്ള കുഫ്രിയത്തിൻ്റെ വാദം പറഞ്ഞു. അവസാനം പറഞ്ഞു മൗലവി എവിടെയെത്തി? അള്ളാഹുവും അള്ളാഹുവിൻ്റെ മഹാന്മാരിൽപ്പെട്ട അൽ ഖുതുബും തമ്മിൽ ഗൈർ അല്ല എന്ന് വരെ ഈ നൗഷാദ് പച്ച കുഫ്രിയത്ത് പറഞ്ഞു. മഹാന്മാര് ഖുതുബ് അള്ളാഹുവിൻ്റെ ഗൈർ അല്ല, അള്ളാഹു ഖുതുബിൻ്റെ ഗൈർ അല്ല, ഇങ്ങനെ പരസ്യമായി പച്ച കുഫർ പറഞ്ഞു നൗഷാദ്. കഴിഞ്ഞ ദിവസം പള്ളിക്കൽ ബസാറിൽ വന്നിട്ട് മൗലവി കടന്ന് ഉരുളുന്നുണ്ട്. അതൊന്ന് കേൾക്കും. ഖുതുബ് അള്ളാഹുവിന്റെ ഗൈറല്ല എന്ന് വിശ്വസിക്കുന്നവർ, അതാരാ വിശ്വസിച്ച്? നമ്മളെ കുത്തുഫുലാനം എടുക്കി ഒക്കെ നിങ്ങൾ തന്നെ, ഞങ്ങളല്ല. അതൊന്നും ഒക്കെ തട്ടിപ്പാണ്. ആരാണ് ആ ഇബാറത്ത് ഇവിടെ കൊണ്ടുവന്നത്? ആരാണ് ആ ഇബാറത്ത് ഇവിടെ വായിച്ചത്? നിങ്ങളുടെ കുത്തുഫുലാനം, പിൻവലിച്ച കുത്തുഫുലാനം, മർക്കസിൽ നിന്നിറങ്ങിയ കുത്തുഫുലാനം. ആ കുത്തുഫുലാനമിലാണ് നിങ്ങൾ എഴുതി ഫർതഫഅത്തിൽ ഗൈരിയ, അൽ ഖുതുബും ഔലിയാവും അള്ളയും അതിന്റെ ഇടക്കുള്ള ഗൈരിയത്ത് ഉയർന്നുപോയി. നിങ്ങൾ എഴുതിയതാ, ഞാൻ എഴുതിയതല്ല. അത് ഞങ്ങൾ വായിച്ചതാണ്. അങ്ങനെ ഉണ്ട്. കിടന്ന് ഉരുളാണ്. അങ്ങനെ ഖുതുബ് അള്ളാഹുവിന്റെ ഗൈറല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് എന്റെ പേരിൽ വെച്ച് കിട്ടുകയാണ് എന്നപ്പോൾ മൗലവി പറഞ്ഞത്. ഓ മൗലവി, ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ പറഞ്ഞ വിവരക്കേടുകളെല്ലാം ഇവിടെ ക്ലിപ്പുകളായി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ പറഞ്ഞു കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ഇക്കാലഘട്ടത്തിൽ കഴിയൂല എന്ന ഒരു നഗ്ന സത്യമെങ്കിലും നൗഷാദ് മൗലവി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ മൗലവി അതിനെ നിഷേധിക്കുകയാണ്. നമ്മൾ നന്നായി പിടികൂടിയപ്പോ, നമ്മുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ വന്നപ്പോ ആ കുഫർ തന്നെ പച്ചയിൽ മറ്റു പലരും പാട്ടായി അവതരിപ്പിച്ച് ഇവിടുത്തെ മുസ്ലിം ലോകം മുഴുവനും, കേരളീയ മുസ്ലിങ്ങൾ മുഴുവനും നിങ്ങളുടെ കുഫർ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോ ഇത്തരത്തിൽ കുഫർ പച്ചയിൽ പറയുന്ന ഏറ്റവും പിഴച്ച കക്ഷികളാണ് ഈ കുരുവട്ടൂരികൾ എന്ന് ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോ മൗലവി അതിനെ ഉരുണ്ടി കളിച്ച് മറിഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഈ നൗഷാദ് തന്നെ അർത്ഥം വെച്ചത് എന്താണ് ഒന്നുകൂടി കേൾക്കാം നമുക്ക്. എന്താ വൈരിയത്ത്? അല്ല, അള്ളാഹ് ഖുതുബ് രണ്ടോളൂ. അപ്പൊ അള്ളാഹ് എന്നത് ഖുതുബിന്റെ വൈർ അല്ല, ഖുതുബ് എന്നത് അള്ളാഹിന്റെ വൈറല്ല. വൈരിയത്ത് അല്ലാത്ത കണ്ടില്ലേ? അങ്ങനെയല്ലേ നൗഷാദ് ഇനി അർത്ഥം വെച്ചത്? ഖുതുബ് അള്ളാഹുവിന്റെ വൈർ അല്ല, അള്ളാഹു ഖുതുബിന്റെയും ഗൈർ അല്ല എന്നാണ് ഫർതഫഅത്തിൽ ഗൈരിയത്തു എന്ന ഇബാറത്തിന് അർത്ഥം വെച്ചത്. അത് ഞങ്ങൾ നിന്റെ പേരിൽ വെച്ച് കെട്ടുകയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് തന്നെ പറയാൻ സമയമില്ല, എന്നിട്ടല്ലേ ഇല്ലാത്തത്. അല്ലേ? അങ്ങനെയല്ലേ അർത്ഥം വെച്ചത് ഫർതഫഅത്തിൽ ഗൈരിയത്തു എന്ന ഇബാറത്ത്? ആ ഇബാറത്ത് ബഹുമാനപ്പെട്ട റൂഹുൽ മആനിയുടെ ഇബാറത്താണ്. പക്ഷേ താങ്കൾ എപ്പോഴും ചെയ്യുന്നത് ഇതുപോലെ കിതാബിന്റെ ഇബാറത്തുകൾ കൊണ്ടുവന്ന് ഇമാമുകൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത അർത്ഥം, ആ അർത്ഥം ആ ഇബാറത്ത് വായിച്ച് പറഞ്ഞ് അത്തരത്തിലുള്ള വിവരക്കേട് ആ ഇമാമുകൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കലല്ലേ നിന്റെ എപ്പോഴത്തെയും ശൈലി. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഫർതഫഅത്തിൽ ഗൈരിയത്തു എന്ന് വായിച്ചിട്ട് അല്ലാഹു ഖുതുബിന്റെ ഗൈർ അല്ല എന്ന് അർത്ഥം വെച്ചു. അങ്ങനെ അതിന് അർത്ഥമില്ല മൗലവി. താങ്കൾ കിതാബ് ഓതി പഠിച്ചിട്ടില്ല, താങ്കൾക്ക് കിതാബിന്റെ ഇബാറത്ത് അറിയില്ല, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം അറിയില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അറിയില്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് കുഫറിന്റെ ആശയമാണ്. എന്നാൽ മുശാഹദയിലെത്തിയ മഹാന്മാരുടെ മർത്തബ വിശദീകരിച്ചുകൊണ്ട് റൂഹുൽ മആനി പറഞ്ഞതാണ് ഫർതഫഅത്തിൽ ഗൈരിയത്തു. ആ മർത്തബയിലെത്തിയ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഗൈരിയത്ത് ഉയർന്നു പോയി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അല്ലാഹു അല്ലാത്ത ഒന്നും യഥാർത്ഥത്തിൽ ഉള്ളതായി അവർക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ ഖുതുബും അള്ളയും ഒന്നാണ്, ഗൈറല്ല എന്ന ഒരു വാദം ലോകത്ത് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല, ലോകത്ത് ഒരു മുസ്ലിമും വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവൻ മുസ്ലിമും അല്ല. ഇതേ കുഫർ തന്നെയല്ലേ മൗലവി ഇപ്പൊ സി എം വലിയുള്ളാഹി തങ്ങളെ കുറിച്ച് ആ പാട്ടുകാരൻ പാടിയത്? അയാൾ എവിടെ പഠിച്ചത്? നൗഷാദ് പറഞ്ഞിട്ട് പഠിച്ചു. നൗഷാദിന്റെ ഈ വിവരക്കേട് കേട്ട് പിഴച്ചുപോയ ആ കക്ഷികൾ പാച്ചയിൽ പാട്ട് പാടുന്നു കുഫർ പറഞ്ഞിട്ട്.
അത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി പിടികൂടിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു ഓടിയാൻ നൗഷാദിന് കഴിയൂല. നൗഷാദെ, നിങ്ങളിവിടെ പ്രചരിപ്പിച്ച കുഫറിന്റെ, നിങ്ങളിവിടെ പ്രചരിപ്പിച്ച ഷിർക്കിന്റെ വാദങ്ങൾ, ആ വാദങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഏറ്റുപിടിക്കുന്നത്. അപ്പോ പച്ചയിൽ കുഫർ പറഞ്ഞ് ഒരു പാട്ടിറങ്ങി. ആ പാട്ടിറങ്ങിയപ്പോ ഇത് ഏത് സാധാരണക്കാരനും മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ നൗഷാദ് അതിനെ നിഷേധിക്കാൻ ആദ്യം തള്ളിക്കളഞ്ഞു. പക്ഷെ ഈ പാട്ടുകാരന് തുടർന്ന് കിട്ടിയത് ഈ നൗഷാദ് മൗലവി പറഞ്ഞ കുഫറിന്റെ വാദത്തിൽ നിന്നാ കിട്ടിയത്, നൗഷാദ് പറഞ്ഞതിൽ നിന്നാ കിട്ടിയത്. അതാ ഞാൻ പറഞ്ഞത്, തലപ്പാവും തലീകെട്ടൊക്കെ കെട്ടി തലപ്പാവൊക്കെ വെച്ചുകൊണ്ട് ഇതുപോലെ പച്ച കുഫർ പറയുന്നു, ഇതുപോലെ പച്ച നിഫാഖ് പറയുന്നു, ബിദ്അത്ത് പറയുന്നു. അപ്പൊ ആളുകൾ സാധാരണക്കാര് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ, സമയങ്ങളിൽ പണ്ഡിതന്മാർക്കത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോ ഈ കുഫർ പച്ചയായി ഇമാമുകളുടെ കിതാബിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നൗഷാദ് മൗലവി പറഞ്ഞപ്പോൾ ആ കുഫർ നമ്മൾ വളരെ വ്യക്തമായിട്ട് അത് കുഫറിന്റെ വാദമാണ്, അങ്ങനെ ഒരു ഇമാമും പറഞ്ഞിട്ടേയില്ല എന്ന് നമ്മൾ വിശദീകരിച്ചു. അത് നമ്മളത് കേട്ടതാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇതുപോലുള്ള കുഫറിന്റെ വാദം പറഞ്ഞും സാധാരണക്കാരായ ഇവരെ വലയിൽ പെട്ടുപോയ ആളുകൾ അതങ്ങനെ തെറ്റിദ്ധരിച്ചു. അവരൊരു പാട്ടുണ്ടാക്കി. ആ പാട്ടിൽ എന്താണുള്ളത്? മടവൂരാരാൻ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരോട് പറയണം, ഞങ്ങളെ പടച്ചോൻ മടവൂരാണ്. സുബ്ഹാനല്ലാഹ്, ആ പാട്ട് പാടിയ മനുഷ്യൻ പച്ചയിൽ കുഫറാണ് പറഞ്ഞത്. അങ്ങനെ ഒരാള് ഇസ്ലാമിൽ നിന്നും മുർത്തദ്ദായി പുറത്തുപോയാൽ അവന് പിന്നെ അവൻ്റെ ഭാര്യയെ സമീപിക്കാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടത്. ഭാര്യ പിന്നെ അവനക്ക് ഹലാലല്ല. ഭാര്യ വീട്ടുകാരവളെ പിടിച്ചുകൊണ്ടുപോകണം, അവളെ കൂട്ടിക്കൊണ്ടുപോകണം. അതുപോലെ ഇവൻ്റെ വാപ്പ മരണപ്പെട്ടാൽ ആ വാപ്പൻ്റെ സ്വത്ത് അനന്തരമെടുക്കാൻ ഇവന് പറ്റൂല. അതുപോലെ ഇവൻ്റെ മക്കള്, ഇവൻക്കുണ്ടായ കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അവരുടെ നിക്കാഹിന് വേണ്ടി പെൺകുട്ടിയെ ഇവൻ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റൂല. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിലേക്ക് ഇവനെ കൊണ്ടുവരാൻ പറ്റില്ല. അതൊക്കെയാണ് കർമ്മശാസ്ത്രത്തിൽ അവൻ്റെ വിധി. അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വരണം. അതീവ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മളുടെ പണ്ഡിതന്മാർ, ഇത് കേൾക്കുന്ന മുഴുവൻ ആലിമീങ്ങളും അത് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ ആലിമീങ്ങളും അത് വിശദീകരിച്ചു. എന്നാൽ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ കുഫർ പച്ചയിൽ പാട്ടായിട്ട് പറഞ്ഞപ്പോൾ നൗഷാദ് പറയണം, ആ പാട്ട് ഞങ്ങളെ പാട്ടല്ല, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പിന്നെ അതിനെ ഞാൻ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പാട്ടിനെ തള്ളിക്കളയുന്ന മൗലവി, കാരണം ഇത് ഇനിയൊരു വ്യാഖ്യാനത്തിന് അത് ഒരു പഴുതില്ല. ആ നിലക്ക് ഒരു ഒളിയും മറയും ഇല്ലാതെ അവിടെ കുഫർ പറഞ്ഞു. കുഫർ പറഞ്ഞപ്പോൾ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കും ഇവർ എത്രമാത്രം അപകടകരമായ ആശയമാണ് കൊണ്ടു നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു. അപ്പം നൗഷാദ് പറഞ്ഞു, അങ്ങനെ ആ പാട്ടുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ നൗഷാദ് പിന്നെ അതിനെ ന്യായീകരിക്കുകയാണ്. അത് ഇവരുടെ തന്നെ ആശയമാണ്. കാരണം നൗഷാദ് പറഞ്ഞ കുഫറിൽ നിന്നാണ് അയാളത് കേട്ടത്. അത് അയാൾ മലയാളത്തിലേക്ക് ഒരു പാട്ടാക്കി മാറ്റിയെന്നേ ഉള്ളൂ. ഇമാമുകളുടെ കിതാബ് വായിച്ചുകൊണ്ട് അതിനില്ലാത്തൊരർത്ഥം, കുഫറിൻ്റെ അർത്ഥം പറഞ്ഞു. ഈ മഹാന്മാരോട് ചെയ്യുന്ന എത്ര വലിയ അദബകേടും അക്രമമാണിത്. അങ്ങനെ നമ്മുടെ ഉലമാ മുഴുവൻ ഇതിനെതിരെ രംഗത്ത് വന്നു. അതിൽ ബഹുമാനപ്പെട്ട സിബത്തുല്ലാ സഖാഫി ഉസ്താദ് അവറുകൾ വളരെ കൃത്യമായിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഗണ്ണനം നടത്തിക്കൊണ്ട് FB-യിൽ പോസ്റ്റിട്ടു. അതിനെ സംബന്ധിച്ച് നൗഷാദ് പറയട്ടെ. തലക്കെട്ടൊക്കെ കെട്ടി അബൂ ഹനീഫ അൽ-ഫാസിയുടെ മരുമകനാന്നും പറഞ്ഞ് ക്ലാസ് എടുത്ത് നടന്നിരുന്ന നസീർ അസേരി ഉണ്ടായിരുന്നു. കരിപ്പൂര് മുജാഹിദ് സമ്മേളനത്തിൽ അയാളാണ് ഇബ്നു തൈമിയെ കുറിച്ച് വിഷയം അവതരിപ്പിക്കുന്നത്. ഈ നസീർ അസ്ഹരിയും ഈ സിബത്തുല്ലാ സഖാഫിയും ഈ ടീമൊക്കെ ഒരൊറ്റ ടീമായിരുന്നു. അൽ ഇഹ്സാനിൽ അതെ, നസീർ അസ്ഹരി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ വഹാബിയായി. ആരെ പോലെ? നിന്നെ പോലെ. ഈ നൗഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അയാൾ പുറത്തുപോയി, അയാൾ പിഴച്ചു, കള്ളത്തൊരീകക്കാരനായി. അപ്പൊ നസീറും താങ്കളും ഒന്നെ, ഒരേ ശൈലി തന്നെ. നസീർ വഹാബിയായി, താങ്കൾ കള്ളത്തൊരീകത്തുകാരായി. അത്രേ വ്യത്യാസമുള്ളൂ. അൽ ഇഹ്സാനിൽ നസീർ അസ്ഹരിയെ കൊണ്ടുവന്ന് കുണ്ടോട്ടി ത്വരീഖത്തിനെതിരെ അറബിയിൽ ക്ലാസ് എടുപ്പിച്ചത് ഇയാൾ. അതെ, അപ്പൊ താങ്കൾ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനായി ഉണ്ടായിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നീ വന്നിട്ടില്ലേ, പ്രസംഗിച്ചിട്ടില്ലേ? ഉണ്ട്. അതിനുശേഷം പുത്തൻവാദിയായി, അപ്പോൾ ഒഴിവാക്കി. എന്നതുപോലെ നസീറും പലയിടത്തും വന്നിട്ടുണ്ടാകും. അയാൾ വഹാബിയായി, അപ്പോൾ ഒഴിവാക്കി. അത്ര തന്നെ ഉള്ളൂ.
എന്നിട്ട് ഇയാളിന്ന് നമുക്ക് വെള്ളം പറഞ്ഞു തരാ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു തരണം. അത് ഉലമാവിന്റെ ഉത്തരവാദിത്തമാണ്. അത് തന്നെയാണ് സിബത്തുള്ള ഉസ്താദും ചെയ്തിട്ടുള്ളത്. മടവൂർ ശൈഖുന അനൽ ഹഖ് അല്ലെങ്കിൽ അനല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടവൂർ ശൈഖുനാക്ക് സ്വബോധമില്ലെന്ന് മനസ്സിലാക്കണം. അഥവാ സ്വബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ കാഫിറാണെന്നതിൽ തർക്കമില്ല എന്ന് FB-യിൽ എഴുതുകയാണ്. എന്നിട്ട് അതെ, നിങ്ങൾ പറയുന്ന ഒരു വാദമാണ് മടവൂർ ശൈഖുന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിന് ഒരു തെളിവുമില്ല. നിങ്ങൾ മൗലവിമാർ കദ്ദാബുകളായ നിങ്ങൾ പറയുന്ന ആ ഒറ്റ വാദമാണ് അവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ കുരുവട്ടൂരികളാണ് പറയുന്നത്. അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഇനി CM വലിയുല്ലാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ തന്നെ അത് അവിടുത്തെ ജദ്ബിന്റെ ഹാലിലായിരിക്കും എന്നാണ് വെക്കേണ്ടത് എന്ന് ഇമാമുകളൊക്കെ പറഞ്ഞതാണ്. എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ഉള്ളതാണ്. അഥവാ സ്വബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ കാഫിറാണെന്നതിൽ തർക്കമില്ല. കറക്റ്റാണ്. സ്വബോധത്തോടെ ഒരു മനുഷ്യൻ അനല്ലാ എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ് എന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. അതേ സമയത്ത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇസ്തിഗ്റാഖിന്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ജദിബിന്റെ ഘട്ടത്തിൽ മഹാന്മാരിൽ നിന്നും അത്തരം വാക്കുകൾ വന്നാൽ അത് ഈ കുഫറിന്റെ പരിധിയിൽ വരില്ല എന്നും നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫുഖഹാ കൃത്യമായി മസ്അല പറഞ്ഞിട്ടുണ്ട്. അതാണ് സിബത്തുള്ള ഉസ്താദ് പറഞ്ഞത്. FB-യിൽ എഴുതുകയാണ്. തീർച്ചയായിട്ടും FB-യിൽ എഴുതും. ഞങ്ങൾക്ക് പറയാനുള്ളിടത്ത് പറയും. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാണ്. എന്നിട്ട് അതിൽ ഫതുഹുൽ മുഈനിന്റെ ഇബാറത്ത് കൊണ്ടുവരുന്നു. ഫതുഹുൽ മുഈനിന്റെ അവിടെ അങ്ങോട്ട് എടുക്ക്. ഫത്തുൽ മീൻ ഇവിടെയുണ്ട്. വായിക്കാം, നമ്മൾ ഫത്തുൽ മീൻ വായിക്കാം. മൗലവി വായിക്കട്ടെ. വല്ല മീസാന് മുതൽ പഠിപ്പിക്കേണ്ടി വരും ഈ കിതാബ്. മീസാന് മുതൽ നോക്കേണ്ടി വരും, തുടക്കം മുതൽ നോക്കേണ്ടി വരും. കാരണം ഉള്ളതൊക്കെ ഊരിപ്പോയല്ലോ, ഊരിപ്പോയി. ഇപ്പൊ ഒക്കെ ഖാലിയാണ് അവിടെ പൊതിഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിയാൽ പറയാം വഖൗലു ഇബ്നു അബ്ദുസ്സലാം, അയാൾ അവിടെ നിന്ന് തുടങ്ങുക. ഫതുഹുൽ മുഈൻ വഖൗലു ഇബ്നു അബ്ദുസ്സലാം എന്ന് പറയുന്നതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. അതെ, അപ്പൊ ഫത്തുൽ മുഈനിലുള്ള മസ്അലയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ ഈ മൗലവി നടത്തുന്ന ഭീകരമായ ഒരു കളവുണ്ട്, മഹാകളവ്. ഈ കുഫിരിയത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി, ഈ പറഞ്ഞിട്ടുള്ള കുഫിരിയത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ മൗലവി നടത്തുന്നത് ഫത്തുൽ മുഈനിൽ ഭീകരമായ ഒരു കളവാണ്. ഈ മൗലവി പറയുന്ന കുഫിരിയത്തിന്റെ വാദം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മഹാന്മാരുടെ കിതാബിനെ ഒരു കരുണയുമില്ലാതെ കളവ് നടത്തുന്നു, അതിൽ വഞ്ചന നടത്തുന്നു. ഇതിന്റെ മുമ്പും പിമ്പൊക്കെ നമുക്ക് വായിക്കട്ടെ. നൗഷാദ് വായിക്കട്ടെ. സുല്ലമിയുടെ വാദം, സുല്ലമിയുടെ പാത പിൻപറ്റുന്നത് ഈ മൗലവി തന്നെയാണ്. അത് നൗഷാദിന് നന്നായിട്ട് പരിചയമുള്ളതാണ്, സുല്ലമിന്റെ വഴി എന്താണ് എന്നുള്ളത്. തലയും പാലും ഒക്കെ കട്ടിട്ടല്ലേ പരിപാടി ഫതുഹുൽ മുഈനിൽ. അതെ, സ്വന്തം പരിപാടി പറയാണ്. കാരണം നൗഷാദ് ഇനി കക്കാൻ പോവാണ്, ഒരു വലിയ കളവ് നടത്താൻ പോവാണ്. അപ്പൊ അവിടെ പറയാണ് കളവ് എന്നുള്ളത് മൂപ്പർക്ക് ആകെ പരിചയമുള്ള ഒരു സംഗതി ഇപ്പൊ അതാണ്. യുദ്ധത്തിന്റെ ബാബ് ചർച്ച ചെയ്യുകയാണ്. അഥവാ ആര് മുർത്തദ്ദാവും അവിടെ കൊണ്ടുവരുന്നു. വകദാ ഖൗലുൽ വലിയ്യി ഹാല ഗൈബത്തിഹി അനല്ലാ എന്നൊരു വലിയ പറഞ്ഞാൽ അങ്ങനെ എല്ലാ മൗലവി അതിന്റെ അർത്ഥം കട്ടിലെ അവിടെ എന്താണ് വകദാ ഖൗലുൽ വലിയ്യി, അങ്ങനെയാണ് ഒരു വലിയന്റെ വാക്ക്. ഏത് ഹാല ഗൈബത്തിഹി അനല്ലാ, ഹാല ഗൈബത്തിഹി എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് കട്ടു. എന്നിട്ട് മൗലവി എങ്ങനെ അർത്ഥം വെച്ചു? അനല്ലാ എന്നൊരു വലിയ പറഞ്ഞാൽ കണ്ടോ, ഹാല ഗൈബത്തിഹി എന്നത് ആണ്ട് സൗകര്യപൂർവ്വം കട്ടിയിലേ മൗലവി. എന്തിന് കട്ടു ആ ഭാഗം? ആ ഭാഗത്തിന്റെ അർത്ഥം എന്തേ നൗഷാദെ പറയാതെ പോയത്? അനല്ലാ എന്നൊരു വലിയ പറഞ്ഞാൽ എന്താണ് അവർ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഇതൊക്കെ അതിന് ശേഷം പറയുന്നതാണ്. പക്ഷേ ഹാല ഗൈബത്തിഹി എന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന്റെ അർത്ഥം പറഞ്ഞില്ല. കളവ് നടത്തിയിട്ടല്ലേ, വഞ്ചന നടത്തിയിട്ടല്ലേ നൗഷാദെ അവിടെ നീ വായിച്ചത് അല്ലേ? എന്താണ് ആ വിഷയം? ഞാൻ വായിക്കാം. നൗഷാദ് ഹാല ഗൈബത്തിഹി എന്ന അർത്ഥം വെച്ചാൽ സിബത്തുള്ള ഉസ്താദ് പറഞ്ഞ അതേ ആശയം തന്നെയാണ്. പക്ഷേ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി നൗഷാദ് പറയുന്ന അവന്റെ കുഫിരിയത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയല്ലേ ഈ കിതാബിനെ ദുർവ്യാഖ്യാനിക്കുന്നത്. അതിനാണ് അത് കട്ടത്. ഹാല ഗൈബത്തിഹി എന്ന അർത്ഥം ഇവിടെ കട്ടു. എന്താണ് ആ വിഷയം? ഞാനൊന്ന് വിശദീകരിക്കാം. ഈ മൗലവിമാർ ഇതുപോലെ പച്ച
കളവ് നടത്തിയിട്ടാണ് ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. ഇതുപോലുള്ള പുത്തൻവാദികളെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നാണവുമാനവുമില്ലാതെ കളവ് നടത്തുന്നവരാണ്, വഞ്ചന നടത്തുന്നവരാണ്. റിദ്ദത്തിന്റെ ബാബ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഖത്ഉ മുകല്ലഫിൻ ഇസ്ലാമൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, മുകല്ലഫായ മനുഷ്യൻ അവന്റെ ഇസ്ലാമിനെ മുറിച്ചു കളയുക, ബികുഫ്രിൻ അസ്മൻ, അവൻ മനഃപൂർവ്വം കരുതി കൂട്ടി അവൻ അതിനെ മുറിച്ചു കളയുക, ഔ ഖൗലൻ ഔ ഫിഅലൻ, അല്ലെങ്കിൽ കുഫറിന്റെ വാക്ക് പറഞ്ഞിട്ടോ കുഫറിന്റെ പ്രവർത്തനം ചെയ്തിട്ടോ, ബിഅത്തിഖാദി, അത് വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ പടച്ചവനാണ് സിഎം വലിയുല്ലാഹി എന്ന് ഒരാൾ അത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഒരു സംശയവുമില്ല. ഔ മാഇനാദിൻ, അല്ലെങ്കിൽ ഇസ്ലാമിനോട് മത്സരത്തിന് വേണ്ടി, ഔ മസ്തിഹ്സാഇൻ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടിയൊക്കെ കുഫറിന്റെ വാചകം പറഞ്ഞാൽ, കുഫറിന്റെ പ്രവൃത്തി ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്നാൽ ചില മഹാന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ചില പദപ്രയോഗങ്ങൾ ഈ കുഫ്രിന്റെ പരിധിയിൽ വിടുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഖാല ശൈഖുന ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കശൈഖിഹി, അവിടുത്തെ ഉസ്താദായ സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, എന്ത് വകദാ ഖൗലുൽ വലിയി, ഒരു വലിയിൽ നിന്നും വരുന്ന വാക്കും ഇതുപോലെ കുഫറിന്റെ പരിധിയിൽ വരുന്നതല്ല. എപ്പോൾ ഹാല ഗൈബത്തിഹി, ആ വലിയിന്റെ ഗൈബത്തിന്റെ അവസരത്തിൽ, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഐ ഗൈബത്തി അഖ്ലിഹി, അദ്ദേഹത്തിന്റെ ബുദ്ധി മറിയുന്ന സമയം, അതാണ് ജദ്ബിന്റെ ഹാൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇസ്തിറാഖിന്റെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗൈബത്തിന്റെ അദ്ദേഹത്തിന്റെ ജദ്ബിന്റെ ഹാലിൽ, ആ ജദ്ബുണ്ടാകുന്ന സമയത്ത്, മജ്ദൂബായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്നും വരുന്ന ചില ഭാഗങ്ങളുണ്ട്. അനല്ലാ എന്നുപോലെ നഹ്വഹു, അതുപോലുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് ഒരു വലിയ അദ്ദേഹത്തെക്കുറിച്ച് കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അത് ഖദ് വഖാലി അയിമ്മത്തി മിനൽ ആയിഫീന, ധാരാളം മൗലിയാക്കളിൽ നിന്നും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. കബിന് അറബി വാത്ബാഹി, ഇബ്നു അറബി തങ്ങളെപ്പോലുള്ള മഹാന്മാർക്ക്. ഇവിടെ ഇത് നമ്മൾ വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താ പറഞ്ഞത്? ജദ്ബിന്റെ ഘട്ടത്തിൽ, അതാണ് ഗൈബത്തി ഫി ഹാല ഗൈബത്തിഹി എന്ന് പറഞ്ഞത്. മഹാന്മാരുടെ ഗൈബത്തിന്റെ ഘട്ടങ്ങളിൽ, അവർക്ക് ജദ്ബ് വരുന്ന ഘട്ടങ്ങളിൽ, അവർക്ക് ഇസ്തിറാഖ് വരുന്ന ഘട്ടങ്ങളിൽ, ഇസ്തിറാഖ് ജദ്ബ് എന്നൊക്കെ പറഞ്ഞാൽ, ജദബ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്നാണ്. അള്ളാഹുവിലേക്ക് പൂർണ്ണമായും അവരാകർഷിക്കപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് മാത്രം ലയിക്കുക, മറ്റുള്ള ഒന്നും അവരുടെ ശ്രദ്ധയിലോ അവരുടെ ദൃഷ്ടിയിലോ അവരുടെ ചിന്തയിലോ പോലും വരുന്നില്ല. അവരുടെ ചിന്ത മുഴുവനും അള്ളാഹുവിലേക്ക് മാത്രം ലയിച്ചിരിക്കുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ അവർ പറയുന്ന പദപ്രയോഗം അനല്ലാ. ആ അന എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊന്നും ഒരു വൈറും ഇല്ല. അതാണ് ഫർത്തഫാത്തിൽ വൈരിയത്തു എന്ന് പറയുന്നത്. വൈരിയത്ത് ഉയർന്നുപോയി, അള്ളാഹു അല്ലാത്ത ഒരു വൈറുണ്ട് എന്ന് പോലും അവർക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലുള്ള ആ അവസ്ഥയാണ് ജദ്ബിന്റെ ഹാൽ എന്ന് പറയുന്നത്. അത്തരം ഹാലിൽ, അതാണ് ഹാല ഗൈബത്തിഹി എന്നവിടെ പറഞ്ഞത്. ആ ഹാല ഗൈബത്തിഹിന്റെ അർത്ഥം പക്ഷെ അത് പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, ഇയാളുടെ നിഫാഖ് എത്രയാണ്? ഹാല ഗൈബത്തിഹി എന്ന് പറഞ്ഞില്ല. അത് വായിക്കാതെ അത് കട്ടു മൗലവി, അത് കട്ടതിന് ശേഷമാണ് ബാക്കിയുള്ളത് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? ആദ്യം പറഞ്ഞു, ഇതൊക്കെ മിമ്മ വഖഅലി അഇമ്മത്തിൻ മിനൽ ആരിഫീൻ കബ്നി അറബി. കണ്ടോ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാ, അനല്ലാ എന്ന വാക്ക് വലിയ വലിയ ആരിഫീങ്ങളിൽ നിന്ന് സംഭവിച്ചതാണ്. അത് എപ്പോൾ സംഭവിച്ചു? ഹാല ഗൈബത്തിഹി, അവരുടെ ഗൈബത്തിന്റെ ഘട്ടത്തിൽ സംഭവിച്ചതാണ്. അല്ലാതെ അവരുടെ ബുദ്ധിക്ക് സ്ഥിരതയുള്ള സമയത്തല്ല അത് സംഭവിച്ചിട്ടുള്ളത്. അത് മൗലവി വഞ്ചിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കിതാബ് മറിച്ചിട്ടാണ് ഈ വഞ്ചന നടത്തുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ്. അവിടെ നിന്ന് എഴുതി വെച്ച ഹാല ഗൈബത്തിഹി എന്നുള്ള വാക്ക് മനഃപൂർവ്വം കട്ടിയില്ലേ? മനഃപൂർവ്വം കട്ടില്ലേ നൗഷാദേ? മഹാകള്ളനായില്ലേ? എന്തിനിങ്ങനെ കളവ് നടത്തി ജനങ്ങളുടെ ഈമാൻ കളയണം? ഇബ്നു അറബി തങ്ങളെ പോലെ എന്നിട്ട് ഇത് കട്ടിട്ട് അപ്പുറം ഉദ്ധരിക്കവൻ. അത് കളവ് നടത്തിയത് നൗഷാദേ താങ്കളാണ്, നീയല്ലേ കേട്ടത്? അപ്പുറം എന്താ ഇതിന് ഈ പറഞ്ഞതിനെതിരായിട്ട് എന്താ അപ്പുറത്തുള്ളത്? അപ്പുറത്തൊന്നുമില്ല. അത് അവിടെ ഇരിക്കുന്നത് ജാഹിരീങ്ങളാണെന്നുള്ളത് നൗഷാദിന് നന്നായിട്ട് അറിയാം. ഫത്തുൽ മീനൊന്നും കാണാത്തവരാണ് അവിടെ ഉള്ളത്. ഫത്തുൽ മീന് കാണാത്ത, അല്ലെങ്കിൽ ഒരു മഹല്യ അൽഫിയ ഒന്നും കാണാത്ത ജാഹിരീങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അവരെ മുമ്പിൽ എന്ത് വായിച്ചാലും ആമന്ന സല്ലംന എന്നാണ്.
അങ്ങനെയാണ് മറ്റുള്ളവരും എന്ന് ധരിച്ചതാണ് ഈ കുരുവട്ടൂരികളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. വമാ വഖഅ ഫീ ഇബാറത്തിഹിം മിമ്മാ യൂഹിമു കുഫ്റൻ ഗൈറു മുറാദിൻ ബിഹി ലാഹിറുഹു. ആ വാക്കിന്റെ അതെ, അപ്പൊ അവരുടെ അത്തരം മഹാന്മാരിൽ നിന്നും വരുന്ന ആ പദപ്രയോഗങ്ങളുടെ ലോഹിർ മുറാദല്ല. ഏത് മഹാന്മാർ? അതേ, ജദ്ബിന്റെ ഹാലിലുള്ള മഹാന്മാർ. അങ്ങനെയുള്ള മഹാന്മാരുടെ വാക്കിന്റെ ലോഹിർ, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമില്ല എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു. എത്ര വലിയ വഞ്ചന നടത്തിയത് നോക്കൂ നിങ്ങൾ. ഇതുപോലെ തന്നെയാണ് നൗഷാദ് വായിക്കുന്ന ഏത് കിതാബിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവരുടെ വാക്ക്, മഹാന്മാരുടെ വാക്ക്, ആ വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഹദ്ദാദ് റാത്തീബ് ക്രോഡീകരിച്ച മഹാൻ, ബഹുമാനപ്പെട്ടവരുടെ അന്നഫായിസുൽ അലവിയ്യ ഫീ മസാഇൽ സൂഫിയ്യ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മഹാന്മാരിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ കലിമാത്തുൻ തുഹിമു ഹാദൽ അംറ അല്ലദീ ദക്കർതുഹു വഗൈറഹു, ഈ ശരീഅത്തിന് വിരുദ്ധമായ ചില വാക്കുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ മഹാന്മാരിൽ നിന്നും വന്നാൽ വഹിയ മുഹ്തമിലത്തുൽ ലിതഅ്വീലി മിൻ വുജൂഹിൻ കസീറ, അതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. എന്നിട്ട് പറയുന്നു وأحسن وجوهه أن يحمل ذلك على الغلبة والاستغراق وسقوط التمييز وخروج الأمر عن الاختيار المنوط به التكليف. അങ്ങനെ ഏതെങ്കിലും മഹാന്മാരിൽ നിന്ന് അനല്ലാ പോലുള്ള പദപ്രയോഗങ്ങൾ വന്നാൽ അത് അവരുടെ ഗലബത്തിൻ്റെ അവസ്ഥയിലാണെന്ന് വെക്കണം, ഇസ്തിറാഖിൻ്റെ അവസ്ഥയിലാണെന്ന് വെക്കണം. അതുപോലെ ഒരു മനുഷ്യന് മതത്തിൻ്റെ നിയമം ബന്ധിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അവൻ്റെ തമ്മീസ്, ബുദ്ധിയുടെ വകതിരിവുണ്ടാകുന്ന ഘട്ടത്തിലാണ്. ആ വകതിരിവ് നീങ്ങിയ ഘട്ടത്തിലാണ് ഈ പദപ്രയോഗങ്ങൾ ഉണ്ടായത് എന്ന് വെക്കണം എന്നാണ് അതിൽ ഏറ്റവും നല്ല വ്യാഖ്യാനമെന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് ലോകത്തുള്ള എല്ലാ മഹാന്മാരും പറഞ്ഞതാണ്, തസവുഫിൻ്റെ എല്ലാ ആലിമീങ്ങളും പറഞ്ഞതാണ്. എന്നാൽ അതൊന്നുമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പച്ചയിൽ വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ പറയുന്നു, വീണ്ടും വീണ്ടും കളവുകൾ പറഞ്ഞ് ഇമാമുകളുടെ കിതാബിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മൗലവി. അതിൻ്റെ പേരിൽ ഫത്തുൽ മുഈനിൽ പോലും വൻ കളവ് നടത്തി. പിന്നെന്താ പറഞ്ഞതെന്ന് അറിയോ? ഈ കുഫറിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ നൗഷാദ് എന്തല്ല പറയുന്നത്? ഇമാമുകളുടെ കിതാബിൽ ഫത്തുൽ മുഈനിൽ നടത്തിയ ഭീകരമായ കളവ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇനി റൗളത്തു ത്വാലിബീൻ എന്ന് പറഞ്ഞിട്ട് നവവി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിൻ്റെ പേരിൽ ഒരു കളവ് പറയുന്നുണ്ട്. എന്താണത്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പേര് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കുന്ന പേരുണ്ട്, അതാണ് അള്ളാഹ് എന്ന പേര്. അത് വേറൊരാൾക്ക് പേരായി ഇടൂല. എന്നാൽ മറ്റു ചില പേരുകൾ മറ്റുള്ള സൃഷ്ടികൾക്കും പേരായിട്ടിടാറുണ്ട്. എന്നിട്ട് വിശദീകരിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ, പക്ഷേ അത് അധികവും അള്ളാഹുവിനാണ് അത് ഉപയോഗിക്കാറുള്ളത്. എന്നിട്ട് ഏതുപോലെ കൽ ജബ്ബാരി വൽ ഹഖു വൽ റബ്ബു വൽ മുതകബ്ബിറു വൽ ഖാദിറു വൽ ഖാഹിറു, ഇതൊക്കെ അല്ലാഹു തആലയിലാണ് അധികം ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ജബ്ബാർ എന്നുള്ളത് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് പേരിടാറുണ്ടല്ലോ. എന്നാൽ അതുപോലെ തന്നെ ഖാദിർ എന്ന് പേരിടാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഖാലിഖ്, റാസിഖ്, റഹീം. ഇപ്പോൾ റഹീം, റാസിഖ് എന്നൊക്കെ നമുക്ക് പേരിടാറുണ്ടല്ലോ. അതുപോലെ പേരിടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പേരിടുന്നതിനെക്കുറിച്ച് ഉള്ള ചർച്ച നടത്തുന്നിടത്ത് ഈ ഇബാറത്ത് വായിച്ചിട്ട് മൗലവി പറയണം. മൗലവി കുറേ തെരഞ്ഞ് അവസാനം കിട്ടിയതാണ്, അയാൾ ആരോ പറ്റിച്ചതാണ്. ഏതായാലും പേരിടുന്നിടത്ത് ആ ചർച്ച പറയുന്ന സ്ഥലത്ത് ഇത് എങ്ങോട്ടാണ് കൊണ്ടുവന്ന് ഫിറ്റാക്കുന്നത്? ആ കുഫർ പറഞ്ഞ പാട്ടുണ്ടല്ലോ, ആ പാട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയണം. മടവൂരാരോ പടച്ചാനാണോ എന്ന് ചോദിച്ചാൽ പറയണം ഞങ്ങളെ പടച്ചോൻ മടവൂരാണ്. അത് പേര് വിടാം? അത് പേര് വിളിക്കലാ? അത് പേര് വിളിക്കലാണോ? അല്ല, മടവൂര് പടച്ചവനാണോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഖാലിഖാണോ എന്ന് ചോദിച്ചാൽ അതേ, ഞങ്ങളെ സൃഷ്ടിച്ച ഖാലിഖ് ആരെന്നെയാണ്, മടവൂരെന്നെയാണ് എന്നാണ് ആ പാട്ടിൽ പറഞ്ഞത്. ആ മഹാനെക്കുറിച്ചുള്ള എത്ര വലിയ അപരാധമാണ് പച്ചയിൽ കുഫർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
ദൈവത്തിന്റെ പുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞതിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരവാദിയല്ല. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ മകനാണെന്ന് യഹൂദികൾ പറഞ്ഞതിന് ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരവാദിയല്ല. അള്ളാഹുവിന്റെ മലായികത്തുകൾ ബനാത്തുല്ലാ, അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് അതേ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതിന് മലക്കുകൾ ഉത്തരവാദിയല്ല എന്നതുപോലെ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന് ഈ കള്ളത്തൊരീഖത്തിന്റെ വിവരമില്ലാത്ത തനി ജാഹിലീങ്ങൾ പറഞ്ഞതിന് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ ഉത്തരവാദിയല്ലേ? അല്ല. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിച്ച മഹാനാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ താജുൽ ഉലമയെയും സുൽത്താനുൽ ഉലമയെയും വിളിച്ചുകൊണ്ട് അൻത അലൽ ഹഖ്, നിങ്ങൾ ഹഖിന്റെ മേലിലാണ്, അതിൽ അടിയുറച്ച് ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഊർജം കൊടുത്ത മഹാനാണ്. ആ മഹാന്മാര് പ്രതിസന്ധിയുടെ ഘട്ടം വന്നപ്പോൾ ഓടി വന്നപ്പോൾ അവർക്ക് ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്ത മഹാനാണ്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് പിന്നിലായി എല്ലാവരും അടിയുറച്ച് നിൽക്കണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിററുൽ അസീസ് തങ്ങൾ. ഇതുപോലുള്ള കള്ളത്തൊരീഖത്തുകാരെ, വഹാബികള്, മറ്റു പുത്തൻവാദികള്, ആ വഹാബികളെയും കള്ളത്തൊരീഖത്തുകാരടക്കമുള്ള സകല മുബത്തദികളെയും തൻ്റെ പരിസരത്തേക്ക് അടുപ്പിക്കാതെ ആട്ടിയോടിച്ച മഹാനാണ് CM വലിയുല്ലാഹി തങ്ങൾ. അവിടുന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിക്കുകയും പഠിപ്പിക്കുകയും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്ത മഹാനാണ് മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിററുൽ അസീസ് തങ്ങൾ. പക്ഷേ അവിടുത്തെ പേര് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള കള്ളത്തൊരീഖത്തുകാർ പച്ചയിൽ കുഫർ പറയുമ്പോൾ മഹാനായ CM വലിയുല്ലാഹി തങ്ങൾ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന സാധുക്കളായ ഞങ്ങൾ അവിടത്തോടുള്ള മഹബത്ത് കൊണ്ട്, അവിടത്തെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, അവിടുത്തെ മദദ് അല്ലാഹു തആല നമുക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ പറയുന്ന ഈ കുഫറിന് സാധുക്കളായ ഞങ്ങൾ മറുപടി പറയുകയാണ്, അവിടുത്തെ മദദ് ഇക്കാരണം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിന് CM വലിയുല്ലാഹി തങ്ങൾ ഉത്തരവാദിയല്ല. അപ്പോ പാച്ചയിൽ കുഫർ പറയുന്നു, ആ പറയുന്നത് കുഫറിന്റെ വാക്കാണ്, അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന വാക്കാണ്, യാതൊരു തർക്കവുമില്ല. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. തൊഴിയൂർ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട്. ഇവർ പറയുന്നത് എപ്പോഴും കളവുകളായിരിക്കുമല്ലോ. നമ്മുടെ മഹാന്മാരായ ഉലമാഇന്റെ പേരിൽ കളവ് പറയുക, അവർ പറയാത്തത് പറയുക, അതിൽ വഫാത്തായിപ്പോയ നമ്മുടെ മഹാന്മാരുടെ പേരിൽ പച്ചക്കളവ് പറയാം. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ പേരിൽ കളവ് പറഞ്ഞു, സുൽത്താനുൽ ഉലമയുടെ പേരിൽ കളവ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവരൊക്കെ ഇന്ന് ഹയാത്തിലുണ്ട്. വഫാത്തായിപ്പോയ ഞങ്ങളെ മഹാന്മാരുടെ പേരിൽ നിങ്ങളെപ്പോഴും കളവ് പറയാറുണ്ട്. എന്നാൽ ഹയാത്തിലുള്ള ഞങ്ങളെ മഹാന്മാരുടെ പേരിൽ നിങ്ങൾ ഈ പറഞ്ഞ കളവ് നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുമോ? ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ മൗലവി കഴിഞ്ഞ പ്രസംഗത്തിൽ വന്നിട്ട് പറയുന്നത് എന്താ? കഴിഞ്ഞ നമ്മളെ മറ്റേ പള്ളിക്കൽ ബസാറിൽ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്തെന്ന്, ഞങ്ങൾക്കൊക്കെ അതിന് അവസരം ഉണ്ടാക്കി തന്നത് അൽഹംദുലില്ലാ. എന്നോട് ആദ്യമായിട്ട് ഇത് പറഞ്ഞ ചെറിയ ഉസ്താദാണ്, പിന്നെ AP ഉസ്താദാണ് അതിൽക്കൊക്കെ വെളിച്ചം വീശി തന്നത്. അതുപോലെ തന്നെ വന്യരായ അഹ്സനി ഉസ്താദിനെ വന്യരായ ശൈഖുനായിലേക്ക് എത്തിച്ചു കൊടുത്തതിൽ വലിയ പങ്ക് വഹിച്ചത് സുലൈമാൻ ഉസ്താദ് പിടിച്ചിട്ട് കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്താണ്. അപ്പൊ ഒരു വാളക്കുളം ഒരു മൗലവി ഉണ്ടല്ലോ, മൂപ്പര് വെല്ലുവിളിക്കുന്നു, എന്താണ്, തൊഴിയൂർ മൗലവി തെളിയിക്കുമോ? പൊന്നാര മാണിക്കക്കല്ലേ, ഞങ്ങൾ എത്ര കാലായി കുന്നമംഗലത്തും തുടങ്ങിയതല്ലേ നിങ്ങളെ വിളി. അത് മാത്രല്ലാന്ന്, അതായത് ഞങ്ങളിപ്പോ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, AP ഉസ്താദ്, ചെറിയ AP ഉസ്താദ്, അവരൊക്കെ ഞങ്ങളെ മശായ അത് തെളിയിക്കാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ സുലൈമാൻ ഉസ്താദ് കൈ പിടിച്ചു കൊടുത്ത് ആർക്കെ? ഈ കാട്ടുകള്ളനെ കൈ പിടിച്ചു കൊടുത്തു. ഇത് പിഴച്ചു പോയപ്പോൾ തള്ളി ഒഴിവാക്കി. അതാണ് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ചെയ്തത്. സുൽത്താനുൽ ഉലമയും നിങ്ങളുടെ ഈ ആശയം പൊള്ളത്തരമാണ് എന്ന് പറഞ്ഞ് സമസ്തയുടെ തീരുമാനം ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത് സുൽത്താനുൽ ഉലമയാണ്. എന്നിട്ട് ആ മഹാന്മാരെ പേരിൽ കളവ് പറയാം. അത് ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അത് തെളിയിക്കാൻ പറഞ്ഞപ്പോൾ മൗലവി പറയാണ്, നിങ്ങൾ എത്രയായി ഞങ്ങൾ വിളിക്കുന്നു, എന്താ അങ്ങോട്ട് വരാത്തത്? എന്തിന് വിളിക്കുന്നു? നിങ്ങൾ ഈ 3 അടുപ്പും കല്ലുകൾ എല്ലാ സ്ഥലത്തും പോയി അടുപ്പ് കൂട്ടുന്നുണ്ടല്ലോ, അക്കൂട്ടത്തിൽ പറയൂ, സമൂഹത്തോട് പറയൂ, നിങ്ങൾ ഈ പറയുന്നത് കളവാണ്, നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത്. അല്ല എങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കൂ. ഇതാ ഞാൻ പറഞ്ഞത്.
എപി ഉസ്താദ്, ചെറിയ എപി ഉസ്താദ്, അവരൊക്കെ ഞങ്ങളെ മശായിഖന്മാരെ വിഷയത്തിലേക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ചതും അതുപോലെ തന്നെ അവര് തന്നെ വന്നിരുന്നതുമായ വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ കാണിച്ചു തരാം. ആ ക്ലിപ്പ് അടക്കം ഇടൂ. നിങ്ങള് എന്താണ് അതിന് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവരൂ, അതിവിടെ കാണിക്കൂ. നിങ്ങൾ ഈ അടുപ്പും കല്ല് കൂട്ടുമ്പോൾ ഈ അടുപ്പ് കൂട്ടുന്ന സമയത്ത് പല ക്ലിപ്പുകളും കൊണ്ടുവരുന്നില്ലേ? ഇതിൻ്റെ സംഗതി ഉണ്ടെങ്കിൽ ഇടൂ. കുറേ കാലമായി നിങ്ങളെ വലിയ വലിയ ആള്, മഹാന്മാര്, നേതാക്കന്മാര് ഞങ്ങളെ പരിസരത്ത് വരുന്നുണ്ട് എന്ന് പറയുന്നത്, അതിവിടെ കൊണ്ടുവന്നിടൂ. മനസ്സിലായോ? അത് ഒരാൾ അത് അംഗീകരിച്ചതിൻ്റെ തെളിവാണ് വേണ്ടത്. നിങ്ങളുടെ ഈ പിഴച്ച വിശ്വാസത്തെ അംഗീകരിച്ചതിൻ്റെ തെളിവാണ് വേണ്ടത്. ഞങ്ങളുടെ നേതാക്കന്മാർ പല സ്ഥലത്തും പോകൂലേ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്ഥാപനത്തിൻ്റെ സംഘടനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലയിടത്ത് പോകും. അമുസ്ലിമീങ്ങളടുത്ത് വരെ പോകാറില്ലേ? പോകും. ഒരാളടുത്ത് പോയി എന്നുള്ളത് അയാൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണോ? എവിടെന്നാ മൗലവി വരുന്നത്? ഒരാളടുത്ത് പോയി എന്നുള്ളത് അയാൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണോ? അല്ല, അദ്ദേഹത്തെ അംഗീകരിച്ചു. നിങ്ങൾ ഈ കള്ളത്തൊരീഖത്ത് അംഗീകരിച്ച് അതിലേക്ക് കൈപിടിച്ച് ചേർത്ത് കൊടുത്തു എന്നാണ് സുലൈമാൻ ഉസ്താദ്. അതുപോലെ സുൽത്താനുൽ ഉലമ, അതിൻ്റെ തെളിവാ കൊണ്ടുവരേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അവര് ഞങ്ങളുടെ നേതാക്കന്മാർ പല സ്ഥലത്തും പോയ വീഡിയോ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്തരായി. എന്നിട്ട് എന്തേ അത് കൊണ്ടുവരാത്തത്? അങ്ങനെ ഒരു വീഡിയോസ് നിങ്ങൾ കൊണ്ടുവന്നാൽ മാക്സിമം എത്രയേ വരുന്നുള്ളൂ? ഞങ്ങളെ മഹാന്മാര് നിങ്ങളെ വിമർശിച്ചത് വെറുതെ ആയിരുന്നില്ല. നിങ്ങളെ സമീപത്ത് വന്ന് നിങ്ങളിലുള്ള ശരീഅത്തിന്റെ വിരുദ്ധത, ദീനീ വിരുദ്ധത, ആദർശ വിരുദ്ധത നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്നല്ലേ അതുകൊണ്ട് വരുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതും കൂടി വിടേ. അപ്പോൾ അതൊന്നും അറിയാതെ, നിങ്ങളെ നേരിട്ട് കാണാതെ, അടുത്തറിയാതെ വിമർശിച്ചതല്ല എന്ന സമൂഹം ഒന്നും കൂടി അറിയട്ടെ. അപ്പം അതുകൊണ്ട് ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് വിടുക, അതിൻ്റെ തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അല്ലാതെ വേറെ വർത്താനം പറഞ്ഞതുകൊണ്ടൊന്നും മറുപടിയാകൂല. പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഇങ്ങനെ കുഫറും അതുപോലെ കളവും മാത്രം പറഞ്ഞു നടക്കുന്ന ഈ ഖൗമിൻ്റെ ഷർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങൾക്ക് സുരക്ഷ നൽകുമാറാവട്ടെ. നമുക്ക് അല്ലാഹു തആല അവൻ്റെ ഖിദ്മത്തിലായി ജീവിച്ച് കാമിലായ മുഅ്മിനീങ്ങളായി മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.